നമസ്തേ, ഞാൻ രാഖി. പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആദ്യം തന്നെ നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഇന്ന് നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലാണുള്ളത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. അത്തരത്തിലൊരു വ്യക്തി ഇങ്ങനെ ഒരു MLA കസേരയിൽ തുടരാൻ അർഹനാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ സജീവവുമാണ്. നമുക്ക് വിശദമായി തന്നെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുൻപ് തലക്കെട്ടുകൾ നോക്കാം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP. രാഹുൽ തുടരുന്നതിൽ UDF-ൽ ഭിന്നത. രാജിവെക്കേണ്ട എന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം. ലോങ് മാർച്ച് അടക്കം ഉപേക്ഷിച്ച് യൂത്ത് കോൺഗ്രസ്. MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെ പ്രതിസന്ധിയിലായി CPM. തിരിച്ചടിയായി ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന മുൻ നിലപാട്. ആവേശമായ അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കൊച്ചിയിൽ ഉജ്ജ്വല സ്വീകരണം. BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറി ED. കണ്ടുകെട്ടിയത് 1 കോടി രൂപയുടെ സ്വത്തുക്കൾ. CPI നേതാവടക്കം കേസിൽ 5 പ്രതികൾ. വാഴൂർ സോമൻ MLAക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ ആദരാഞ്ജലി. രാവിലെ 11 മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട്. KCL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ADS കൊല്ലം സെയിലേഴ്സ്, അദാനി ട്രിവാൻഡ്രം റോയൽസ് പോരാട്ടം. ആദ്യം തന്നെ പുത്തൻപുലരി പോകുന്നത് കൊച്ചിയിലേക്കാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൊച്ചിയിലാണുള്ളത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് പുത്തനുണർവേകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10-ന് പാലാരിവട്ടം റിനെ ഹോട്ടലിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമായിരിക്കും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തുക. ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് അമിത്ഷാ കൊച്ചിയിൽ എത്തിയത്. സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ബോൾഗാട്ടിയിൽ നിന്ന് നിഷ ദിലീപും ഒപ്പം കോർ കമ്മിറ്റി യോഗം നടക്കുന്നിടത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് അരുണിലേക്കാണ്. അരുൺ, കോർ കമ്മിറ്റി യോഗം നടക്കുന്ന വേദിക്കരികിലാണ് അരുൺ ഉള്ളത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശം? തീർച്ചയായും BJPയെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണിന്ന്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്ന BJPയുടെ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്തു നൽകുന്ന ഒരു ദിവസം കൂടിയാകും ഇന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതോടൊപ്പമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ നടക്കുക. ഏതായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. 11 മണിയോടെയാകും അമിത്ഷാ ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. പാലാരിവട്ടത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുക. നമുക്കറിയാം, വിളിപ്പാടകലെ തദ്ദേശ സ്വയംഭരണ
തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു സമയത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതായത് താഴെ തട്ടിലുള്ള കൃത്യമായുള്ള ഒരു പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് നേതൃയോഗം കൂടി കൊച്ചിയിൽ നടക്കുന്നത്. കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ദേശീയത്തിൽ നിന്നും മുന്നോട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയുള്ള നടപടികൾ തന്നെയായിരുന്നു BJP ബൂത്ത് തലത്തിൽ നടത്തി വന്നിരുന്നത്. അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ സംസ്ഥാനത്ത് കൃത്യമായ ഒരു ചലനം, വലിയൊരു വളർച്ച BJPക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ സമയത്താണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യവുമായി BJP മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇടത് വലത് മുന്നണികളുടെ പ്രതിസന്ധികളുമെല്ലാം തന്നെ അറിയാം. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്ന് കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനമായി BJP വെക്കുന്ന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ലോകത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഭരണം നടത്തിക്കൊണ്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന പദ്ധതികൾ, കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെയും എത്തിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവരിലേക്ക്, ജനങ്ങളിലേക്ക് പദ്ധതി എത്താതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു പ്രചരണത്തിലേക്ക് BJP മുന്നോട്ട് പോകുക. ബൂത്ത് തലത്തിൽ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. BJP പ്രവർത്തകർക്ക്, BJP നേതാക്കൾക്ക് എല്ലാം കൃത്യമായി ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് വലിയ കരുത്താകുന്ന ഒരു പ്രവർത്തനങ്ങൾ തന്നെയാകും ഇന്നത്തെ ഈ നേതൃയോഗത്തിലുണ്ടാകുക. വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അവലോകനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലേക്ക് എത്തിയത്. ഇതിനുശേഷം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും 11 മണിയോടെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുക. എന്തായാലും BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയും കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെ K സുരേന്ദ്രൻ, V മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെയും കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ഒരു യോഗത്തിന് തന്നെയാണ് ഇന്ന് കൊച്ചി വേദിയാകുന്നത്. രാഹി. അരുൺ തുടരുക. നിഷയിലേക്ക് പോവുകയാണ്. നിഷ, രാവിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് കോർ കമ്മിറ്റി യോഗം നടക്കുന്ന ഇടത്തേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുക. ഈ സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ബോൾഗാട്ടിയിൽ നിന്നാണ് നിഷ നമുക്കിപ്പം ചേർന്നത്. നിഷ, അവിടെയുള്ള ചടങ്ങിന് ശേഷം അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി പോകും. എപ്പോഴാണ് അവിടുത്തെ പരിപാടി നടക്കുന്നത്? എപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് തിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും? താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലാണ്. ബോൾഗാട്ടിയിലെ ഹോട്ടലിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തിയ അദ്ദേഹം നേരെ അവിടെ നിന്നും റോഡ് മാർഗം നേരെ ഈ ഹോട്ടലിലേക്ക് വരികയായിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൊച്ചിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യത്തെ സ്വകാര്യ ചടങ്ങ് നടക്കുന്നത്. ആ സ്വകാര്യ പരിപാടി രാവിലെ 9:30 കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടി. അതൊരു സ്വകാര്യ പരിപാടിയാണ്. അതിനുശേഷം റോഡ് മാർഗമായിരിക്കും അദ്ദേഹം കൊച്ചിയിലെ പാലാരിവട്ടത്തെ റിനൈ ഹോട്ടലിലേക്ക് പോവുക. അവിടെയാണ് BJPയുടെ സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ തന്നെയാണ് ആദ്യത്തെ സ്വകാര്യ ചടങ്ങ് നടക്കുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം ഈ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ തന്നെയായിരിക്കും അദ്ദേഹം സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ആ ഹോട്ടലിലേക്ക് പോവുക. അതിനുശേഷമായിരിക്കും ഈ BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന നേതൃയോഗം 10 മണിയോടെയാണ്. ഏകദേശം ഈ രാഹി ചോദിച്ചതുപോലെ തന്നെ 9:30 ഇവിടുത്തെ സ്വകാര്യ പരിപാടി തുടങ്ങും. ഏകദേശം അരമണിക്കൂർ സമയമായിരിക്കും അദ്ദേഹം ഈ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും ഈ റോഡ് മാർഗം റിനായ് ഈ ഹോട്ടലിലേക്ക് പോകുന്നത്. അവിടെയാണ് BJPയുടെ സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന വക്താക്കൾ, NDA സംസ്ഥാന വൈസ് ചെയർമാൻ, മോർച്ച സംസ്ഥാന പ്രസിഡന്റുമാർ, മേഖലാ പ്രസിഡന്റുമാർ, മേഖലാ സംഘടനാ സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകളായിരിക്കും ഈ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ വർഷം ജൂലൈയിൽ അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു. ജൂലൈ 12 സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിനായിരുന്നു അമിത്ഷാ കേരളത്തിലെത്തിയത്. അന്ന് അദ്ദേഹം വാർഡ് തല യോഗത്തിൽ, സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം വാർഡ് തല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്ന് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ആ സമയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം നേതൃത്വത്തിന് സന്ദേശം നൽകിയിരുന്നു. മാത്രമല്ല, വികസന വഴിയിൽ
BJPക്കൊപ്പം കേരളവും നീങ്ങുന്ന ദൂരം വിദൂരമല്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും മറ്റൊന്നും തന്നെ തടസ്സമാകുന്നില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് അദ്ദേഹം പാർട്ടി ആഹ്വാനം ചെയ്തത്. എന്തായാലും വാർഡ് തലം മുതൽ 10 മടങ്ങ് ശക്തി വർദ്ധിപ്പിച്ച് BJP മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം പ്രവർത്തകർക്ക് നൽകുന്ന ഊർജം ഒട്ടും ചെറുതല്ല. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരൊക്കെ ഉള്ളത്. എന്തായാലും ഈ ഒരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അധികം ആർക്കും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യമില്ല. കനത്ത സുരക്ഷ തന്നെയാണ് ഈ നഗരത്തിലുടനീളം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങളടക്കം കനത്ത സുരക്ഷയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാഖി, അരുൺ കൊടുങ്ങൂരിലേക്ക് പോവുകയാണ്. അരുൺ, നമ്മൾ ആ പോസ്റ്ററിൽ കണ്ടതുപോലെ മാറാത്തതിനി മാറും, വികസിത കേരളം, ഈ ഒരു ലക്ഷ്യത്തിലൂന്നിയുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് BJPയുടെ പ്രയാണം. ആ പ്രയാണത്തിന് ഊർജം നൽകുക, അല്ലെങ്കിൽ ഒരു ഇന്ധനമാവുക, ആ ഒരു ദൗത്യത്തിലാണ് അമിത്ഷാ, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. കാരണം കൃത്യമായി ചിട്ടയോടെയുള്ള ഒരു പ്രവർത്തനം അതുതന്നെയാണ് BJP ഇപ്പോൾ കേരളത്തിൽ നടത്തി വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താഴെ തട്ട് മുതൽ ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ വലത് മുന്നണികളുടെ പല വിഷയങ്ങളും സമീപകാലത്ത് ഉണ്ടായ പല വിഷയങ്ങളിലും ഈ രണ്ട് മുന്നണികളും എടുത്ത ഇരട്ടത്താപ്പ്, പ്രത്യേകിച്ച് വികസന വിഷയങ്ങളിലടക്കം എടുത്ത കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി മുന്നോട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചു വരികയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJP മുന്നോട്ട് വരുന്നു. അതിന് ആദ്യപടിയായി അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യപടിയായി മുന്നിലെത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി തന്നെ ഒരു മുന്നേറ്റം നടത്താനുള്ള ഒരു വലിയ നീക്കം, വലിയ തീരുമാനങ്ങൾ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയ പദ്ധതികൾ, കേരളത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. സമാനതകളില്ലാത്ത സേവന പ്രവർത്തനം തന്നെയാണ് കേരളത്തിലേക്ക് നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വലിയ ഗൂഢമായ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ പദ്ധതി പേര് മാറ്റി അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ നേരത്തെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ആ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് പോലും കൃത്യമായി കേന്ദ്ര പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ തന്നെയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ സുരക്ഷാ പരിശോധന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വേദിക്ക് മുന്നിൽ നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയും എല്ലാം തന്നെ ഇവിടേക്ക് എത്തി കൃത്യമായി തന്നെ പരിശോധനകളൊക്കെ തന്നെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ കേന്ദ്ര പദ്ധതികളടക്കം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടും അതിൻ്റെ ഗുണഫലങ്ങൾ കൃത്യമായി തന്നെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വാങ്ങി നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് BJP മുന്നോട്ട് പോവുകയാണ്. അതിന് കരുത്ത് പകരുന്ന ഒരു സമ്മേളനം തന്നെയാണ് ഇന്ന് നടക്കുകയും ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശം അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നൽകിക്കൊണ്ട് ആ ഒരു പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു കാര്യമായി തന്നെയാണ് ഇന്നത്തെ യോഗത്തെ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ യോഗത്തിനായുള്ള കാത്തിരിപ്പിലാണ്. BJPയുടെ നേതാക്കളൊക്കെ തന്നെയും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. രാഖി, ശരി അരുൺ, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് പുത്തൻ ഉണർവ് ഏകുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദ്ദേഹം ഇന്ന് കൊച്ചിയിലാണുള്ളത്. ഇന്ന് BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 10-ന് പാലാരിവട്ടം റെനി ഹോട്ടലിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം രാവിലെ ഒരു സ്വകാര്യ ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തും. ദ്വിദിന സന്ദർശനമാണ്. ഇന്നലെ രാത്രിയാണ് അമിത്ഷാ കൊച്ചിയിലെത്തിയത്. ഊഷ്മളമായ ഒരു സ്വീകരണം അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർ നൽകിയിരുന്നു. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസിലേക്ക് വരാം. അരുണും നിഷയും അവിടെ നിന്ന് സജീവമായി നമുക്കൊപ്പം ഉണ്ടാകും. ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ചില കമന്റ്സിലേക്ക് കൂടി പോവുകയാണ്. സന്ദീപ് എസ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് അല്ല, പീഡന കോൺഗ്രസ് ആണ്. കാരണം ഇവർക്ക് ഇനി സമരം ചെയ്യാനുള്ള അർഹതയില്ല. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. ആ ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നേതൃത്വം എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ PRP കുറിപ്പ് പറയുന്നുണ്ട്, എന്തൊരു നെകളിപ്പായിരുന്നു കേരളത്തിൽ.
രാഹുൽ മങ്കൂട്ടത്തിൽ കാണിച്ചത് എന്നുള്ളത്. ഒപ്പം അത്തരത്തിൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വ്യക്തിയാണോ ഇനി MLA കസേരയിൽ ഇരിക്കേണ്ടത്, ജനപ്രതിനിധി എന്നുള്ളത് ഒരു ലേബലാണോ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് എന്നുള്ള കമന്റ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട്. മുരളീധരൻ പി എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഏതായാലും മുകേഷിന് നിയമസഭയിൽ മാങ്കൂട്ടവും കൂട്ടിനുണ്ടാകുമെന്ന്. അതായത് വല്ലാത്തൊരു ബാലൻസിംഗ് ആണ് ഇടത് വലത് മുന്നണികൾ ഈ ഒരു വിഷയത്തിൽ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും നമുക്ക് രാഹുൽ പ്രതിനിധീകരിക്കുന്ന പാലക്കാടേക്ക് തന്നെയാണ് പോകേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുമ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംഘടിപ്പിച്ച ലോങ് മാർച്ച് അടക്കം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കിയിരുന്ന ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഉദ്ഘാടകനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല എന്ന ന്യായീകരണമാണ് അല്ലെങ്കിൽ ഔദ്യോഗിക വിശദീകരണമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ്. വിവരങ്ങളുമായി സാനു അവിടെ ഉണ്ട്. സാനു, എന്തായാലും ലോങ് മാർച്ച് തൽക്കാലത്തേക്ക് മാറ്റി, ഞങ്ങൾ ഉദ്ഘാടകനെയൊന്നും നിശ്ചയിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും കാര്യങ്ങളുടെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു വ്യക്തിയാണോ MLA കസേരയിൽ ഇരിക്കേണ്ടത് സാനു? രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും പാലക്കാട് തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് BJP ആണ്. അതിനുശേഷം ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നലെ MLA ഓഫീസിലേക്ക് കോഴിയുമായിട്ട് മാർച്ച് നടത്തുകയും തുടർന്ന് DYFI അടക്കമുള്ള സംഘടനകളും ഈ രാഹുൽ മാങ്കൂട്ടം MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിചാരണ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ തുടർച്ചയായിട്ട് അക്രമം നടത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്ന, പ്രതീകാത്മകമായിട്ട് വിചാരണ ചെയ്യുന്ന ഒരു സമരവും BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ ഈ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ലോങ് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ആ ലോങ് മാർച്ചിൽ മുഴുനീള പങ്കെടുക്കേണ്ട ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടമാണ്. എന്തായാലും ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ലോങ് മാർച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് അതിന്റെ തീയതി അറിയിക്കാം, അടുത്ത ഉദ്ഘാടകൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസും തടി തപ്പുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂത്ത് കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയിരുന്ന കല്ലുകടി അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിലെ അധികാര വടംവലിയും പുറത്തേക്ക് വന്നിരിക്കുന്നു. അതൊരു പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. ആ പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്തരം പരാതികളെല്ലാം പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം അതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണവും ഈ ഇരകളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻ MLA പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലും നിലവിലെ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ ഈ സ്ത്രീകൾ നൽകിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്ന സ്ത്രീകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പതിവായിട്ട് ഈ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിരുന്നു. ഇത്തരം പരാതികളൊന്നും നടപടിയെടുക്കാതെ പൂഴ്ത്തിവെക്കുന്ന നിലയിലേക്ക് ഷാഫി പറമ്പിലും മാറി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആരോപണം വരുന്നതിനൊപ്പം തന്നെ ഷാഫി പറമ്പിലും പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുന്നു. KPCC അധ്യക്ഷനടക്കം ഇതിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിരോധത്തിൽ ഉഴലുകയാണ്. നേതൃത്വം ഒന്നാകെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊള്ളാനും വയ്യ തള്ളാനും വയ്യാത്ത നിലയിലേക്ക് മാറുന്ന ഒരു നിലയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഇന്ന് വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം കടുക്കുമ്പോൾ നവ്യ ഹരിദാസിനെ പോലുള്ളവർ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് കാലുകുത്തില്ല, കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. ആ രീതിയിലൊക്കെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടൂരിലാണ് രാഹുൽ ഉണ്ടായിരുന്നത്. ഈ പാലക്കാട് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താണ് പറയുന്നത്? കാരണം കഴിഞ്ഞ ദിവസം ഈ സംഭവം കൈവിട്ട് പോകുന്നു എന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ പ്രതികരിക്കാനും
തയ്യാറായി. തെറ്റുകാരനാണ് എങ്കിൽ അനുഭവിക്കട്ടെ എന്നുള്ളൊരു മട്ടിലൊക്കെ പ്രതികരണവുമായി എത്തി, ന്യായീകരണങ്ങൾ നിരത്തി. ഇപ്പോൾ അവർ എന്താണ്, അവരുടെ അടക്കം പറച്ചിലുകൾ എന്താണ് സാനു? അതാണ് ഈ അധികാര വടംവലി എന്ന് തന്നെ. അതായത് രാഹുൽ മാങ്കൂട്ടം മാറിക്കഴിഞ്ഞാൽ അടുത്ത അധികാരം ആർക്ക് എന്നുള്ള നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉടൻ തന്നെ പൊടുന്നനെ തന്നെ അതിൻ്റെ ഒരു ചർച്ച ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുൽ മാങ്കൂട്ടം മാറുന്നു, പുതിയൊരാൾ അധികാരത്തിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ, അതും സ്ത്രീ വിഷയത്തിലുള്ള ആരോപണങ്ങൾ, അത് നേതൃത്വത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് തന്നെ. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകൻ മുതൽ മുകളിലേക്ക് വരുന്ന എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചർച്ചകളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് ഇത്തരം പുഴുക്കുത്തുകളെ, ഇത്തരം കളകളെ പറിച്ചെറിയണം എന്നടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടു, അതായത് MLA കസേരയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇരിക്കാൻ അർഹനല്ല, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം കടുക്കും എന്നുള്ളത് തന്നെയാണ്. രാജകുമാർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, സന്ദീപ് വാര്യർ എത്തേണ്ടിടത്ത് തന്നെ എത്തി എന്ന്. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ പ്രശാന്ത് ശങ്കരമംഗലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിൽ UDF-ൽ ഭിന്നത എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. കോൺഗ്രസിലെ സതീശൻ, ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം നേതാക്കൾ. MLA സ്ഥാനത്ത് തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെന്നും കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. അതേസമയം തന്നെ രാഹുലിനെതിരായ ആരോപണം KPCC അന്വേഷിക്കും. അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചാൽ തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട്. പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, എന്തായാലും രാജിയില്ല, അതായത് MLA കസേരയിൽ തുടരട്ടെ, ഈ ഒരു നിലപാടിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അത് ഇനി ഒരു രാജി ഉണ്ടായാൽ അതും കൂടെ താങ്ങാൻ കോൺഗ്രസിന് പ്രാപ്തിയില്ല, അല്ലെങ്കിൽ കെൽപ്പില്ല എന്ന് തന്നെയല്ലേ? രാഖി, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യമാണുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത കൊല്ലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജി വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ നേതാക്കൾക്കിടയിലുണ്ട്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യവും ശക്തമാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം കളത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം, രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. VD സതീശൻ, ഷാഫി പറമ്പിൽ സഖ്യത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ നേരത്തെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. K മുരളീധരൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യവും അമർഷവും അവരുടെ പ്രതിഷേധവും എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ, അതായത് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോവുകയും അതിന് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ രാഹുലിനെ നിർത്തേണ്ടതില്ല എന്നൊരാവശ്യം ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ പിടിവാശി ഒന്നു മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് എത്തുന്നതിന് കാരണമായത്. കാരണം ഈ ഒരു ഡീലിൻ്റെ പുറത്തായിരുന്നു ഷാഫി പറമ്പിൽ ലോക്സഭാ സീറ്റിലേക്ക് മത്സരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് മത്സരിക്കാൻ എത്തുന്നത്. ഇതിൽ നേതാക്കൾക്ക് പിന്നീട് വഴങ്ങേണ്ടൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ രാഹുലിൻ്റെ സ്വഭാവം മുതിർന്ന നേതാക്കൾക്കെല്ലാം നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരാളെ, അതായത് പ്രതികരിക്കുന്നതടക്കം സംസാരത്തിലടക്കം ഒരു മിതത്വം പാലിക്കാത്ത, അല്ലെങ്കിൽ അശ്ലീല ചുവയോട് സംസാരിക്കുന്ന തരത്തിലുള്ള നിരവധി തവണ ഇത്തരം മുതിർന്ന നേതാക്കളെ അടക്കം ആക്ഷേപിച്ച് സംസാരിക്കുന്ന സ്വഭാവക്കാരനായ രാഹുലിനെ MLA സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന ആവശ്യം അന്ന് തന്നെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നെങ്കിൽ പോലും അതിനെയൊന്നും വിലക്കെടുക്കാത്ത, അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാതെ VD സതീശനും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും ഒറ്റക്കെട്ടായി തീരുമാനിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തുന്ന സാഹചര്യമുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാൽ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നത്. കാരണം
നിലവിൽ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അത് വലിയ കടുത്ത പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാക്കി തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സംസ്ഥാനത്തെ ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ കെട്ടുറപ്പിനെ കൂടി ബാധിക്കുമെന്നൊരു ചിന്ത കൂടി നിലവിൽ കോൺഗ്രസ് KPCC നേതൃത്വത്തിനിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരു സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഇനി ഒരു കൊല്ലം മാത്രമാണ്, അതിലൊരു നിയമസഭാ സമ്മേളനം മാത്രമേ ഇനിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തിക്കൊണ്ട് അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇനിയൊരു നിയമസഭാ സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതിരിക്കുക എന്നതടക്കമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയേക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യവും ഇതിനിടയിൽ ശക്തമാവുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അശ്ലീല ചാറ്റുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സ്ത്രീകളുമായിട്ടുള്ള മോശം പെരുമാറ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് ഒരു സമിതിയെ കൂടി നിയോഗിക്കുകയാണ് KPCC. ഈ വിഷയം സമഗ്രമായിട്ട് അന്വേഷിക്കാനുള്ളൊരു നീക്കം കൂടി KPCCയുടെ ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട്. ഈ വിവിധ പരാതികൾ വരുന്നു, ആരോപണങ്ങൾ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പരാതികളും എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുക എന്നൊരു നീക്കത്തിൽ കൂടി KPCC ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ എന്തെങ്കിലും കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ. പ്രശാന്ത്, എന്തായാലും ഈ UDF-ൽ ഈ കസേര തെറിച്ചതുമായി ബന്ധപ്പെട്ട് ഭിന്നത നിലനിൽക്കുന്നു. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായിരുന്നു, കെട്ടിയിറക്കിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഭിന്നത, ആ വിഷയം കൂടുതൽ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കണം. ആ ഒരു വിഷയത്തിൽ പോലും ഇവർക്കിടയിൽ ഇപ്പോഴും പിടിവലി നടക്കുന്നുണ്ട്, ഇല്ലേ പ്രശാന്ത്? പുതിയ അധ്യക്ഷൻ ആര് എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഇപ്പോൾ ചെറിയ പിടിവലി നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാവുന്നത്. അബിൻ വർക്കിയുടെയും അടക്കമുള്ളവരുടെ പേരുകൾ ഇതിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. KM അഭിലാഷ് അടക്കമുള്ള അഭിജിത്ത് അടക്കമുള്ളവരുടെ എല്ലാം പേര് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അതിലും നമുക്കറിയാം രാഖി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം നേതാക്കൾക്കിടയിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും പടലപ്പിണക്കങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ടായിരുന്നു. അത് ഇവിടെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്നൊരു ആവശ്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതായത് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനി താൽക്കാലിക ചുമതലയിൽ നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് താൽക്കാലിക ചുമതലയിൽ നിൽക്കാതെ പൂർണ്ണ ചുമതല നൽകിക്കൊണ്ടൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. നിരവധി പേരുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടും തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ KPCC-യിൽ ആകെ നാണക്കേടുണ്ടാക്കിയെന്ന് മാത്രമല്ല പിടിച്ചുലയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊച്ചിയിൽ നിന്നുള്ള യുവനടിയുടെ ഒരു വെളിപ്പെടുത്തലുണ്ടായത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും പോലും ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുകയും അവരോട് അശ്ലീല ചുവയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ ആണ് എന്ന രീതിയിൽ ഒരു പരാമർശം കൂടി വന്നതോടുകൂടി തന്നെ നേതാക്കളും ഇതിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ ഇത്രയും കാലം പാർട്ടി വെച്ചുകൊണ്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കടുത്ത നടപടികളിലേക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴും MLA സ്ഥാനം നിലവിൽ രാജിവെക്കേണ്ട എന്നൊരു നീക്കവും എന്നൊരു തീരുമാനവും പാർട്ടിക്കുള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് പരാജയം ഉണ്ടാകും എന്ന തിരിച്ചടി ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ സ്ത്രീകളും രംഗത്ത് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം നിരവധി പേർക്ക് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചു എന്നൊക്കെയാണ് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇനിയും വെളിപ്പെടുത്തലുകളുമായി മാങ്കൂട്ടത്തിനെതിരെ തീർച്ചയായും ഇനിയും പരാതികൾ ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രശാന്ത്, തുടരുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീകളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിന്റെ മുൻ നിലപാടുകൾ ചർച്ചയാവുകയാണ്. വേടനെ അനുകൂലിച്ച് രാഹുലിന്റെ നിലപാടുകളാണ് പരിഹാസത്തിന് ഇടയാക്കുന്നത്. പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ മാതൃകയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശം ചർച്ചയാകുന്നുണ്ട്. ഇരുവരും ഒരേ തൂവൽ പക്ഷികളായതിനാലാണ് രാഹുൽ പ്രതികരിക്കാത്തത് എന്ന പരിഹാസവും ഉണ്ട് എന്നുള്ളതാണ്. പ്രശാന്ത്, എന്തായാലും ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ ഈ വിഷയത്തിൽ ഒരു സമാസമം കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേടനെ മാതൃകയാക്കൂ എന്ന് രാഹുൽ പറഞ്ഞെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നുണ്ട്, ഇല്ലേ പ്രശാന്ത്?
രാഖി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിലാണ് ഇത്തരമൊരു അഭിപ്രായം രാഹുൽ മാങ്കൂട്ടം അന്ന് പറയുന്നത്. പുതുതലമുറ റാപ്പർ വേടനെ മാതൃകയാക്കണമെന്നതടക്കമുള്ള പുകഴ്ത്തലുകൾ വാഴ്ത്തലുകളെല്ലാം ഉണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. കാരണം റാപ്പർ വേടനെതിരെയും ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ആദ്യം പുകഴ്ത്തുകയും എന്നാൽ ഇത്തരത്തിൽ വേടനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്തും അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൊന്നും യാതൊരുവിധ ഫേസ്ബുക്കിലൂടെയോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധ ട്രോളുകളും അതോടൊപ്പം തന്നെ പരിഹാസ ട്രോളുകളുമൊക്കെ ഉയരാൻ കാരണം രണ്ടുപേരും വേടനും ഈ രാഹുൽ മാങ്കൂട്ടവും ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരേ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരോ ഒരേ മനസ്സ് വെച്ച് പുലർത്തുന്നതൊക്കെ ആയതുകൊണ്ടായിരിക്കാം രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്നതടക്കമുള്ള പരിഹാസ ട്രോളുകളും വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് വരുന്നത്. അതും വേടനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വേടനും രണ്ടുപേരുടെയും പരാതികളും ഒരേ വേടനെതിരെ പ്രത്യക്ഷത്തിൽ പരാതി വന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യക്ഷത്തിൽ പരാതി വന്നില്ല. വാക്കാൽ നിരവധി സ്ത്രീകൾ രംഗത്ത് വരുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റ് അടക്കം പുറത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഈ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ സമാന മനസ്കരാണ് എന്നതടക്കമുള്ള രീതിയിലാണ് പരിഹാസം വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ആ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ ആണ് വേടനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ നിലപാടുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലുള്ള പരിഹാസങ്ങളൊക്കെ തന്നെ നിറയുന്നുണ്ട്. കാരണം റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ മാതൃകയാക്കണമെന്ന് ഒരു നിലപാടുകാരനാണ് രാഹുൽ. അത് എന്തുകൊണ്ടാണ് എന്ന് അന്ന് മനസ്സിലായില്ല എങ്കിലും ഇന്ന് പൊതുസമൂഹം അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP പാലക്കാട്ടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും BJP നേതാവ് വി മുരളീധരൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. ജനാധിപത്യത്തിന് അപമാനകരമായ സംഭവം. കോൺഗ്രസിന്റേത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ്. രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനകരമെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കള്ളന് കഞ്ഞിവെച്ചവനെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും കൊച്ചിയിൽ പറഞ്ഞു. പാലക്കാട് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയില്ല. കാരണം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലൊരു ജനപ്രതിനിധിക്കെതിരായി ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ അപൂർവമായിട്ട് മാത്രം ഉയർന്നു വരുന്നതാണ്. സ്ത്രീ സുരക്ഷ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യം അത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിന് അങ്ങേയറ്റത്തെ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കള്ളന് കഞ്ഞിവെക്കുന്ന നടപടിയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരാതികളെല്ലാം അറിയാം. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാവരും ശ്രീമാൻ VD സതീശനെ കണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അവസാന നിമിഷം വരെ VD സതീശൻ ഇദ്ദേഹത്തെ സന്ദർശിക്കുകയായിരുന്നു. എല്ലാം കൈവിട്ടു പോയപ്പോഴാണ് രാവിലെ വലിയ വികാരപ്രകടനം അദ്ദേഹം നടത്തിയത്. കള്ളന് കഞ്ഞിവെക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുഴുവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഗുരുതരമായ കേസാണിത്. നിയമസഭാ സാമാജികനായിട്ട് തുടരാനുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനില്ല. അദ്ദേഹം രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി BJP നേതാവ് അനൂപ് ആന്റണി. കേരളത്തിലെ യുവജനതയ്ക്കെല്ലാം നാണക്കേടാണ് രാഹുലിന്റെ പ്രവൃത്തികളെന്ന് അനൂപ് ആന്റണി പറഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന്, രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അനൂപ് ആന്റണി കൂട്ടിച്ചേർത്തു. കേരളത്തിലുള്ള യുവ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ ചില യുവ നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന ചില ഷോ, പിന്നെ അതോടൊപ്പം ഇവരുടെ ആഡംബര ജീവിതം,
അല്ലെങ്കിൽ ഇവരുടെ അഴിമതി, ഇപ്പോൾ വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇവരുടെ അഴിമതി. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ യൂത്ത് ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒറ്റ കഥയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാറ്റോ മറ്റോ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഇത് ഒന്നിനു പുറകെ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ പല ഇൻഫർമേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കഥകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നാണം കെട്ട രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ, ഇത് കേരളം മാത്രമല്ല കാണുന്നത്, ഓർക്കണം, ദേശീയ രാഷ്ട്രീയം കൂടി ഇത് ശ്രദ്ധിക്കില്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഇപ്പോൾ ഇവരുടെ തന്നെ പാർട്ടിൻ്റെ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അല്ലേ ലഡ്കി ഹൂ ലഡ് ശക്തി ഹൂ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നത്. ആ പ്രിയങ്ക ഗാന്ധി ആദ്യമേ സ്വന്തം പാർട്ടിയിലുള്ള ഇതുപോലുള്ള വേന്ദ്രന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താനും അവരെയൊക്കെ ആദ്യമേ നന്നാക്കാനും ശ്രമിക്കണം. MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് CPM. ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന മുൻ നിലപാടാണ് തിരിച്ചടിയാകുന്നത്. ഇരു മുന്നണികളും ധാർമ്മിക പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കാൻ BJP രംഗത്തുണ്ട്. വിവരങ്ങളുമായി പ്രജിത്തിലേക്കാണ് പോകുന്നത്. പ്രജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെയാണ് ലൈംഗിക ആരോപണം അടക്കം ഉയരുന്നത് എങ്കിൽ പോലും CPM ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാവുകയാണ്. കാരണം മുകേഷ് മുന്നിലുണ്ട്, നിയമസഭയിൽ MLA ആയി രംഗത്തുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തലിന് കൂട്ടായിട്ടുമുണ്ട്. രാഖി, വരുന്ന കുറച്ചു കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഈ കേസുകളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ളൊരു നയത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിലേക്കോ CPM സംസ്ഥാന സെക്രട്ടറി പോയില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു. രാഹുലിനെതിരെ കേസെടുക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. അതായത് നേരത്തെ ഈ മുകേഷ് MLAക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു കർശന നിലപാട് അന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചിരുന്നു. അന്ന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി തന്നെ അത് വന്നിരുന്നു. കാരണം MLA സ്ഥാനത്തിരിക്കുന്നയാൾ ഒരു ആരോപണം നേരിട്ടാൽ അത് പിന്നീട് രാജിവെച്ചാൽ അദ്ദേഹം അത് കുറ്റവിമുക്തനാവുകയാണെങ്കിൽ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനമില്ല എന്നുള്ള നിലപാടൊക്കെ ആയിരുന്നു അന്ന് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുകേഷിനെ വലിയ രീതിയിൽ സംരക്ഷിച്ചു നിർത്തിയെന്നുള്ള ആരോപണങ്ങൾ പോലും അന്ന് പ്രതിപക്ഷമൊക്കെ ഉയർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തെ ഒരു MLAക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ വരുന്നു, അതിനുള്ള തെളിവുകൾ വരുന്നു, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള തെളിവുകൾ വരുന്നു. ആ സാഹചര്യത്തിൽ അന്ന് മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ, നിലപാടുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഒരു കുറ്റകരമായ മൗനം CPM നേതൃത്വം പുലർത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പ്രത്യക്ഷത്തിലുള്ള പരാതികൾ വരാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നേരിട്ട് പരാതികൾ വരാത്ത സാഹചര്യത്തിൽ കേസുകൾ എടുത്തിട്ടില്ല. ഈ കേസുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ പാർട്ടി നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ പൊതുവിടത്തിൽ രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് CPM പോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം വലിയ മറ്റൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഈ ഓണം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു. വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങളുണ്ട്, സാമാന്യ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, നിരവധി സർക്കാർ പദ്ധതികളിലെ തടസ്സങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളുമൊക്കെ നിലനിൽക്കുന്നു, സർക്കാരിൻ്റെ വീഴ്ചകൾ നിലനിൽക്കുന്നു. ഇതൊന്നും സർക്കാരിനെതിരെ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനോ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനോ കഴിയാത്തൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വീണു പോയിരിക്കുന്നു. കാരണം എല്ലാ ആരോപണങ്ങളുടെയും നിഷ്ഫലമാക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയാക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെയും ഒരു ധാർമ്മിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, നിയമസഭയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണെന്ന് മുകേഷ് MLA നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ തന്നെ M വിൻസെൻ്റ് ഒരു മാസം ഇത്തരം ഒരു ആരോപണത്തിൽ ജയിലിൽ കിടന്നിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുണ്ട്. അദ്ദേഹം ജാമ്യത്തിലാണുള്ളത്. അങ്ങനെ കോൺഗ്രസിൻ്റെ 3 MLAമാരാണ് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ. രാഹുൽ മാങ്കൂട്ടം അതിനു മുൻപ് രാജിവെക്കുന്നില്ല എങ്കിൽ ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് അതേസമയം നിയമസഭയിൽ തുടരുന്നത്, രാജിവെക്കാതെ ഒരു ധാർമ്മിക സാഹചര്യം ഉയർത്തിക്കാട്ടി രാജിവെക്കാതെ നിയമസഭയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്ത് നിന്നുള്ള മുകേഷ് MLAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ആ വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നത്. അതുകൊണ്ട് രണ്ട് മുന്നണികളും ധാർമ്മികമായ പ്രതിസന്ധിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് BJP ഈ വിഷയങ്ങൾ കൂടുതൽ സജീവമായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്കൊക്കെയാണ് ഇപ്പോൾ BJP നേതൃത്വം പോയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി രാഹുലിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരാനും BJP നേതൃത്വം കോപ്പുകൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ BJPയുടെ വിവിധ മോർച്ചകളും ഒക്കെ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. കാരണം രാഹുൽ ഒരു മാതൃകാ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ്. പലപ്പോഴും പല വിഷയങ്ങളിലും വലിയ ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരു പ്രതീക്ഷയുള്ള യുവമുഖം എന്ന രീതിയിൽ രാഹുൽ
രാഹുലിനെ അവതരിപ്പിക്കാനുള്ള പ്രത്യേക ഒരു മാധ്യമ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലൊക്കെ രാഹുലിന് വേണ്ടി ഏത് രീതിയിലാണ് കേരളത്തിൽ PR വർക്കുകൾ നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ഒരു നേതാവിൻ്റെ യഥാർത്ഥ മുഖം വ്യക്തമായതോടുകൂടി കോൺഗ്രസിൻ്റെ ഒരു പൊതു സമീപനം, അതോടൊപ്പം തന്നെ CPM എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സജീവമായ ചർച്ചകളിലേക്ക് പോകുക, അല്ലെങ്കിൽ വലിയ സജീവമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ നിലപാട്. ഇതിപ്പോൾ രാഹുൽ രാജിവെച്ചാലും ശരി, ഒരു തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാകാനുള്ളൊരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. കാരണം ഇനി കുറച്ചു കാലം കൂടി മാത്രമാണൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ അതിനുള്ളൊരു സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുറച്ചു കാലം കൂടെ കഴിയുന്നതോടുകൂടി അടുത്ത ഏപ്രിലോട് കൂടിയൊക്കെ സംസ്ഥാനത്ത് വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ വരികയാണ്. അപ്പോൾ അതിന് മുൻപൊരു രാജി അതിൽ അത്രത്തോളം പ്രായോഗികമാണ് പുതിയൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൃത്യതയില്ല. പക്ഷേ അത് നടക്കാനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പക്ഷേ ഒരു ധാർമ്മിക വിഷയം അവിടെയുണ്ട്. ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന വിഷയം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്നതിനടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള തെളിവുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ രാഹുൽ രാജിവെക്കേണ്ടതാണ് ഒരു ധാർമ്മികമായിട്ടുള്ള നിലപാട് എന്ന വിഷയം ഉയർത്തിക്കാട്ടിയായിരിക്കും BJP വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുക എന്നുള്ളതാണ്. എന്തായാലും രണ്ട് മുന്നണികളും പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ, ധാർമ്മിക പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ രാഹുലിനെതിരെ വിഷയം സജീവ ചർച്ചയാക്കി നിലനിർത്തുകയാണ് BJP. രാഖി. ശരി പ്രജിത്ത്, MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ സാധിക്കാതെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് CPM എന്നുള്ളതാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് MLA മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ MLA കസേരയിൽ മുകേഷ് ഇരിക്കുന്നിടത്തോളം കാലം എന്തുകൊണ്ട് രാഹുലിനിരുന്നൂടെ, രാഹുലിനെ തടഞ്ഞാൽ അത് ഞങ്ങൾക്കും പ്രശ്നമാകുമോ എന്ന ഭയം തന്നെയാണ് CPM-ന് എന്നുള്ളത് തന്നെയാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലാണ് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിലെ ഗയയിൽ ഉദ്ഘാടനം ചെയ്യും. ഗംഗാ നദിക്ക് മുകളിലൂടെ പട്നയെ ബഗുസരായിയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയാണ് പദ്ധതികൾ. രാഹുലിന്റെ വോട്ടർ അധികാർ യാത്ര തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്നുള്ളത് ശ്രീകാന്താണ് നമുക്കൊപ്പം. ശ്രീകാന്ത്, എപ്പോഴാണ് പ്രധാനമന്ത്രി ബീഹാറിലേക്ക് പോകുന്നത്? മറ്റെന്തൊക്കെ പദ്ധതികൾ നാടിന് സമർപ്പിക്കും? രാഖി, പ്രധാനമന്ത്രിക്ക് ഇന്ന് രണ്ട് പരിപാടികളാണുള്ളത്. ഒന്ന് ബംഗാളിലും അതോടൊപ്പം മറ്റൊന്ന് ബീഹാറിലുമാണ്. ബീഹാറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്ന് ഉള്ളത്. ബീഹാറിലെ ഗയയിൽ രാവിലെ 11 മണിയോടെ ഏകദേശം 13,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 11 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 2 ട്രെയിനുകൾ ഇന്ന് പ്രധാനമന്ത്രി ബീഹാറിന് സമർപ്പിക്കും. മാത്രമല്ല, ഗംഗാ നദിക്ക് കുറുകെ ഔണ്ട സിമാരിയ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇത് പാട്നയിലെ മൊക്കാമയെയും ബെഗുസരായെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പാലമായിരിക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉത്തര ബീഹാറിനും തെക്കൻ ബീഹാറിനും ഇടയിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് 100 കിലോമീറ്ററിലധികം ലാഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി NH-31 4 വരി പാത അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ബക്തിയാർപൂർ മൊക്കാമ റോഡ് വികസനവും ഇതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, പ്രധാനമന്ത്രി ബക്സാർ താപ വൈദ്യുത നിലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബീഹാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഈ താപ വൈദ്യുത നിലയത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. മുസഫർപൂരിലെ ഹോമി ഭാഭ ക്യാൻസർ ആശുപത്രിയും ഗവേഷണ കേന്ദ്രവും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. മങ്കറിൽ നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മലിനജല ശുദ്ധീകരണശാലയും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വിവിധങ്ങളായ പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. 13,000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലാണ്. പ്രധാനമന്ത്രി ഇന്ന് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിലെ ഗയയിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടൊപ്പം ഗംഗാ നദിക്ക് മുകളിലൂടെ പട്നയെ ബഗുസരയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയും ചെയ്യും. രാഹുലിന്റെ വോട്ടർ അധികാര യാത്ര തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയവുമാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.
വടക്കൻ ഗാസയുടെ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്ക് ഇസ്രയേലി ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി ബെഞ്ചമിൻ നെതന്യാഹു. പ്രതിരോധ സേനയെ ഇക്കാര്യം നെതന്യാഹു ഔദ്യോഗികമായി അറിയിച്ചു. ഗാസയിലെ അന്താരാഷ്ട്ര സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ നിന്ന് രോഗികളെയും സാധാരണ ജനങ്ങളെയും ഒഴിപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ബന്ദികളുടെ മോചനത്തിനായി ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളുമായി ചർച്ചകൾ ആരംഭിക്കാനും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ആ പ്രതികരണം കാണാം. We are in the decision-making stage. I arrived at the Gaza division today to approve the IDF presented to me and to the Minister of Defense for taking over Gaza City and defeating Hamas. I greatly appreciate the commitment of the reserve soldiers and the regular army to this vital goal. At the same time, I instructed to begin immediate negotiations for the release of all our hostages and to end the war on terms acceptable to Israel. These two things, defeating Hamas and releasing all the hostages, go hand in hand. വിവരങ്ങളുമായി ഐസൺ ജോസിലേക്ക് പോവുകയാണ്. ഐസൺ, എന്തായാലും ഗാസയുടെ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് ആ ഒരു തീരുമാനം അംഗീകരിച്ചു എന്ന അറിയിപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് നെതന്യാഹു പ്രതികരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? തീർച്ചയായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ദികളുടെ മോചനത്തിനായുള്ള അന്തിമമായ നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്നാണ്. നമുക്കറിയാവുന്നതാണ്, 50ഓളം ബന്ദികളുടെ കാര്യമുണ്ട്, ഇതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദശകലത്തിലെ ആദ്യ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അന്തിമ പോരാട്ടത്തിനുള്ള നീക്കത്തിലാണ് തങ്ങൾ എന്നാണ്. അതായത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഗാസയിലെ പൂർണ്ണ നിയന്ത്രണം ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഏൽപ്പിക്കണം. അത് പാലസ്തീൻ അതോറിറ്റി, അതായത് വെസ്റ്റ് ബാങ്കിലുള്ള അധികാരത്തിലുള്ള പാലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കാനാവില്ല, മറ്റൊരു സ്വതന്ത്ര സംവിധാനത്തെ ഏൽപ്പിക്കണം. ആ സ്വതന്ത്ര സംവിധാനത്തെ ഏൽപ്പിക്കുന്നത് ഹമാസ് ആയിരിക്കരുത്. ഹമാസിനെ നിരായുധീകരിക്കുകയും പൂർണ്ണമായും ഇല്ലാതാക്കുകയും വേണമെന്നാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായുള്ളത്. മറ്റൊന്ന് ബന്ദികളുടെ മോചനമാണ്. ബന്ദികളുടെ മുഴുവൻ മോചനവും സാധ്യമാക്കണമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഗാസയുടെ നിയന്ത്രണം, പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള സൈനിക നടപടിക്കുള്ള നീക്കങ്ങളും സ്വാഭാവികമായും ബന്ദികളുടെ മോചനത്തിനുള്ള നീക്കങ്ങളും നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് ഖത്തറും ഈജിപ്തും തമ്മിലുള്ള ഈജിപ്തും മധ്യസ്ഥരായുള്ള ഹമാസുമായുള്ള ചർച്ചകൾ തുടരുകയും ആ ചർച്ച തുടരുന്നത് ഈ ഒരു തീരുമാനത്തിന്, അതായത് ഇപ്പോൾ അന്തിമമായി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്, ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിച്ച് ഗാസയിൽ നിന്ന് ഒഴിവാക്കി ബന്ദികളുടെ മോചനം സാധ്യമാക്കുക എന്ന തീരുമാനത്തിന് അനുകൂലമായ നിലയിൽ നീക്കങ്ങൾ നടത്തുന്നതിനുള്ളൊരു നിർദ്ദേശവും കൂടി ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഈ വരാനിരിക്കുന്ന 27-ന് പുതുവർഷം, സെപ്റ്റംബർ 27 പുതുവർഷം വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഹൂദ പുതുവർഷം വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ പുതുവർഷത്തിന് മുന്നോടിയായി ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാക്കുക, അവരെ സുരക്ഷിതരാക്കുക, അതുപോലെ തന്നെ ഗാസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്നൊരു രീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സൈനിക നടപടിയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ ഒരു പരിധിവരെ സൈനിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായാണ് അദ്ദേഹം ഗാസയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളുണ്ട്, അതായത് റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ട്, അവരുടെ ആശുപത്രികളും അതുപോലെ സഹായ വിതരണ കേന്ദ്രങ്ങളുണ്ട്, അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശവും ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. വടക്കൻ ഗാസയുടെ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്ക് ഇസ്രയേലി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാഹു ആണ് സ്ഥിരീകരിക്കുന്നത്. പ്രതിരോധ സേനയെ ഇക്കാര്യം നെതന്യാഹു ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഗാസയിലെ അന്താരാഷ്ട്ര സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ നിന്ന് രോഗികളെയും സാധാരണ ജനങ്ങളെയും അടക്കം ഒഴിപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്തായാലും നെതന്യാഹു കടുത്ത നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഐസൺ ജോസ് വിശദീകരിച്ചത്. മള്ളിയൂരിന് ഇനി ഉത്സവകാലം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് കൊടിയേറി ഗണേശ മണ്ഡപവും ഉണർന്നു. ഓഗസ്റ്റ് 27-ന് വിനായക ചതുർത്ഥി ഉത്സവം നടക്കും. 28-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. മള്ളിയൂരപ്പന്റെ ഉത്സവാഘോഷ നാളുകൾക്ക് തുടക്കമായിരിക്കുന്നു. ഗണപതി ഹോമത്തോടെ ഇക്കൊല്ലത്തെ ചതുർത്ഥി തീർത്ഥാടന ചടങ്ങുകൾക്ക് ശുഭാരംഭം. അപൂർവമായ വൈഷ്ണവ ചൈതന്യം നിറയുന്ന മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ 8 ദിവസത്തെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് കൊടിയേറി. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെയും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയുടെയും സാന്നിധ്യത്തിൽ
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകത്തെല്ലാം സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുവാനും കൂടെ ആണ് ഇത്രയും വലിയ മഹാഗണഹോമം ഭക്തന്മാരുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടുന്നത്. ആ മഹാഗണഹോമം കഴിച്ചാൽ അതിന് ഫലമുണ്ടാകും, തീർച്ചയാണ്. അച്ഛൻ തുടങ്ങി വെച്ച ഒരു മഹാഗണഹോമമാണ് ഇപ്പോഴും മുടക്കം കൂടാതെ നടന്നു പോകുന്നത്. അച്ഛൻ ഏകദേശം 12 നാളുകൾ കൊണ്ട് തുടങ്ങിയ ഗണഹോമമാണ് ഇപ്പോൾ 10,000-ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കലാപരിപാടികളുടെ വേദിയായ ഗണേശ മണ്ഡപവും ഉണർന്നു. പ്രഗത്ഭരായ കലാകാരന്മാർ ഉത്സവ ദിവസങ്ങളിൽ പ്രകടനം കൊണ്ട് അർച്ചന ചെയ്യും. നടി ശോഭന, സംഗീതജ്ഞൻ ശരത്, TS രാധാകൃഷ്ണജി എന്നിവർ കലാമണ്ഡപത്തിലും താളവാദ്യ കുലപതികളായ മട്ടന്നൂരും പെരുവനവും കിഴക്കൂട്ടും ചേരാനല്ലൂരും മള്ളിയൂരിലെ കലാവേദികൾക്ക് നിറം പകരും. ഓഗസ്റ്റ് 27-നാണ് വിനായക ചതുർത്ഥി ആഘോഷം. 10,008 നാളികേര മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും വിനായക ചതുർത്ഥി ദിനത്തിലെ പ്രധാന ചടങ്ങുകളാണ്. 28-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ജനം, കോട്ടയം. ക്രിക്കറ്റ് ആവേശത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ത്രസിപ്പിക്കുന്ന വിജയം. അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിനാണ് കൊല്ലം പരാജയപ്പെടുത്തിയത്. 4 വിക്കറ്റെടുത്ത ഷർഫുദ്ദീനാണ് കളിയിലെ താരം. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ കാലിക്കറ്റിന് നായകൻ രോഹൻ കുന്നുമൽ തകർപ്പൻ തുടക്കമാണ് നൽകിയത്. 22 പന്തുകളിൽ 3 4-ഉം 6 6-ഉം അടക്കം 54 റൺസാണ് രോഹൻ നേടിയത്. കൃത്യമായ ഇടവേളകളിൽ കാലിക്കറ്റിനെ കൊല്ലത്തിന്റെ ബോളർമാർ വരിഞ്ഞു മുറുക്കി. ഒടുവിൽ 18 ഓവറിൽ 138 റൺസിന് കാലിക്കറ്റിനെ ഇന്നിംഗ്സ് അവസാനിച്ചു. കൊല്ലത്തിനു വേണ്ടി ഷറഫുദ്ദീൻ 4-ഉം അമൽ 3-ഉം സച്ചിൻ ബേബിയും ബിജു നാരായണനും അഖിൽ MS-ഉം ഓരോ വിക്കറ്റുകളും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലത്തിന് ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ വിഷ്ണു വിനോദിന്റെ വിക്കറ്റ് നഷ്ടമായി. തുടർന്നെത്തിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും അഭിഷേക് ജെ നായരും വത്സൽ ഗോവിന്ദും മികച്ച രീതിയിൽ കളിച്ചെങ്കിലും കാലിക്കറ്റ് ബൌളർമാർ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി കൊല്ലത്തിനെ പ്രതിരോധത്തിലാക്കി. കളി അവസാന ഓവറിലേക്ക് നീണ്ടു. അവസാന ഓവറിൽ കൊല്ലത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 15 റൺസ്. കയ്യിലുള്ളത് 1 വിക്കറ്റ് മാത്രം. അവസാനക്കാരനായി ക്രീസിലെത്തിയ ബിജു നാരായണന്റെ വക രക്ഷാപ്രവർത്തനം. 2 സിക്സുകൾ പറത്തി 1 പന്ത് ബാക്കി നിൽക്കെ ബിജു ടീമിനെ വിജയത്തിലെത്തിച്ചു. കാലിക്കറ്റിന് വേണ്ടി അഖിൽ സക്രിയ 4-ഉം S മിഥുൻ 3 വിക്കറ്റുകളും വീഴ്ത്തി. 4 വിക്കറ്റ് സ്വന്തമാക്കിയ ഷറഫുദ്ദീനാണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, ജനം. ആദ്യ മത്സരത്തിൽ ടീമിനെ വിജയിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം സെയിലേഴ്സ് താരം ബിജു നാരായണൻ. ഇത് ടീമിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് എന്നും വലിയ ആത്മവിശ്വാസമുണ്ട് എന്നും ബിജു ജനം TVയോട് പറഞ്ഞു. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏരീസ് കൊല്ലം ജയിലേഴ്സ് ജയിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. വെറും ജയമല്ല, അവസാന ഓവറിലെ അവസാന പന്ത് വരെ നീണ്ടുനിന്ന, അവസാന വിക്കറ്റ് വരെ നീണ്ടുനിന്ന ഒരു വിജയം തന്നെയായിരുന്നു ഏരീസിൻ്റെത്. ആ വിജയത്തിൽ നിർണായകമായ വിജയശില്പി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ബിജു നാരായണൻ. ബിജു, ആദ്യം തന്നെ ആശംസകൾ. അവസാനം 2 സിക്സ് അടിച്ചൊരു ജയിപ്പിച്ചു, എന്ത് തോന്നുന്നു? ഒന്നുമില്ല, ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും വിശ്വാസമായിരുന്നു. ലാസ്റ്റ് ബോൾ വരെ ഞങ്ങൾ കളി കൊണ്ടുപോയി കഴിഞ്ഞാൽ കളി ജയിക്കുന്ന എല്ലാവർക്കും വിശ്വാസമായിരുന്നു. എനിക്ക് പോയപ്പോഴും ഇവിടുന്ന് പോയ സമയത്തുള്ള മെസ്സേജ് അതായിരുന്നു. ലാസ്റ്റ് ബോൾ വരെ ഞങ്ങൾ അവിടെ ക്രീസിലുണ്ടെങ്കിൽ കളി ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു എല്ലാവരും. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ആ ഫോട്ടോ. എന്താണ് പറയാനുള്ളത്? ഞാൻ ആ ഫോട്ടോ കാണിച്ചത് നമ്മളെ ഓണേഴ്സിനാണ് കാണിച്ചത്. എന്നെ കൊണ്ട് പറ്റുമെന്ന്. ബോളിംഗ് തിരിച്ച് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ വാക്ക് പറഞ്ഞിട്ടാണ് പോയത്? അതെ, ബോളിംഗ് മാത്രമല്ല ബാറ്റിങ്ങും പറ്റും, വേണമെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഇറങ്ങാം. അതെ, ഉറപ്പായിട്ടും. അത്രയ്ക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിലും ഇനി അങ്ങോട്ട് ചെയ്ത് മേലേക്ക് പോകും. പുതിയ സീസൺ ഒരു ജയത്തോടെ തുടങ്ങിയിട്ടുണ്ട്. അത് വരാനിരിക്കുന്ന സീസണിൽ വലിയ ആത്മവിശ്വാസം തന്നെയല്ലേ തരുന്നത്? ഉറപ്പായിട്ടും നല്ലൊരു കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും. നമ്മുടെ ഒരു ഫാമിലി ആണെങ്കിലും കുറച്ചുകൂടെ ജെല്ലായി. ഇനി മുന്നോട്ടുള്ള മാച്ചസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാച്ച് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിഷ്ണുവിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് സച്ചിൻ ബേബിയും ഒപ്പം വത്സൽ ഗോവിന്ദും ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കാലിക്കറ്റ് പിടിമുറുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതെ, ഉറപ്പായിട്ടും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു പാർട്ണർഷിപ്പ് വന്നു. വീണ്ടും ആ സമയത്തും അധികം ഇതായിട്ടില്ലായിരുന്നു. നമുക്ക് ലാസ്റ്റ് ബോൾ വരെ കളി കൊണ്ടുപോയി കഴിഞ്ഞാൽ കളി ജയിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. ഞങ്ങളൊരു 11 പേരും എല്ലാവരും ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാത്തിനും റെഡിയായ ആൾക്കാരാണ്. അപ്പോൾ എവിടെ നിന്ന് വേണോ നമുക്ക് കളി മാറ്റാം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
നമ്മോടൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മോട് വിശേഷങ്ങൾ പങ്കുവച്ചതാണ് ഷറഫുദ്ദീൻ നമ്മോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ സീസണിലെ ആ മികവ് ഈ സീസണിൽ തുടരുമെന്ന് പറഞ്ഞിരുന്നു. അത് കൃത്യമായ തുടക്കമായിരുന്നല്ലേ? അതെ, നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിന് ആവശ്യമുള്ള സമയത്ത് തന്നെ നമുക്കൊരു 4 വിക്കറ്റ് എടുത്തെങ്കിൽ ടീമിനെ മേളിലോട്ട് പൊക്കിക്കൊണ്ടുവരാൻ പറ്റി. അതേപോലെ തന്നെ ബോളിംഗ് മാത്രമല്ല, നമ്മളൊരു ടീമായിട്ട് കളിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാച്ച് ജയിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടീം ഗെയിമായിരുന്നു ഇത്. ബിജുവിൻ്റെ ആ പ്രകടനം അവസാനത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? അതന്നെ ഞാൻ പറഞ്ഞത്, നല്ല ടീം ഗെയിമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 9th ബാറ്റ്സ്മാൻ വന്നിങ്ങായിട്ട് 2 6 അടിച്ച് കളി ജയിപ്പിക്കാന്ന് പറഞ്ഞൊരു നിസ്സാരമായിട്ടൊരു കാര്യമല്ല. അപ്പം ആ രീതിയിലോട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വളർത്തിയെടുത്തത് നമ്മൾ ടീം മാനേജ്മെൻറ്റും കോച്ചിൻ്റെ ഒക്കെ ഒരു കഴിവാണ്. എല്ലാ ബാറ്റ്സ്മാൻമാർക്കും ഒരു 30 മിനിറ്റ്സോളം നെറ്റ്സിൽ ബാറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അവരെ കോൺഫിഡൻസ് ലെവൽ മാക്സിമം ഹൈ ആക്കി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആര് വന്നാലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള പ്ലേയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതന്നെയാണ് ടീം ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞത്. ടീമായിട്ട് കളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാച്ച് ജയിച്ചത്. എന്തായാലും ഈ വിജയം ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വിജയം ഇനിയും തുടരും എന്ന പ്രതീക്ഷയിലാണ് കൊല്ലത്തിൻ്റെ താരങ്ങൾ. കാര്യവട്ടത്തു നിന്നും ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം എം നിഖിൽകുമാർ, ജനം. ആദ്യ മത്സരത്തിൽ ത്രില്ലിംഗ് ജയം സ്വന്തമാക്കിയതിൽ സന്തോഷമുണ്ട് എന്ന് കൊല്ലം സെയിലേഴ്സ് നായകൻ സച്ചിൻ ബേബി. ബിജുവിന്റെയും ഷറഫിന്റെയും പ്രകടനം വിജയത്തിൽ നിർണായകമായി എന്നും സച്ചിൻ ജനം ടിവിയോട് പറഞ്ഞു. നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. അനന്തപുരി ക്രിക്കറ്റ് ആവേശത്തിലാണ്. ആദ്യ മത്സരം അത് അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ടീമിൻ്റെ നായകൻ സച്ചിൻ ബേബി നമ്മുടെ കൂടെയുണ്ട്. സച്ചിൻ, ആദ്യ മത്സരത്തിൽ ഒരു ത്രില്ലിംഗ് വിജയം. യെസ്, നമ്മുടെ ഒരു വെടിക്കെട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് മാച്ചിന് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. എല്ലാ ഫാൻസിനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ടെൻഷൻ കുറച്ച് കൂടിപ്പോയെങ്കിലും പക്ഷേ വൺ ഓഫ് ദ നല്ലൊരു ഗെയിമായിരുന്നു. സച്ചിൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കഴിഞ്ഞ സീസണിൽ നമ്മളുടെ ടോപ്പ് ഓർഡർ ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ട് വാരട്ടം വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത്. ഇത് അവസാനം ഇറങ്ങിയ ബിജു നാരായണൻ വരെ ഗംഭീര പ്രകടനം നടത്തി. അതെ, കാരണം നമുക്ക് അവരുടെ ഉള്ളിൽ നമുക്ക് ബിലീഫുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ ഒരു ബിലീഫാണെന്ന് അവർ തെളിയിച്ച് കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് വലിയ ബാറ്റിംഗ് താഴത്തോട് വന്നതിൽ പോലും നമ്മൾ ടോപ്പ് ഓർഡർ നല്ല ജോബ് ചെയ്തു. അപ്പോൾ ഈ വർഷം നമ്മൾ ടോപ്പ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ഒരു 8, 9, 10 നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു. കുറച്ചു മുമ്പ് ബിജു നമ്മോട് സംസാരിച്ച് പറഞ്ഞത് അടുത്ത മത്സരം വേണ എന്നെ ഓപ്പണിംഗ് ഇറക്കാവുന്നതാണ്. നോക്കാം. അപ്പോൾ എന്തായാലും വരുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, ഒപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു റോള് ഷറഫിൻ്റെ ഉണ്ടായിരുന്നു. 100%, കാരണം വീണ്ടും തെളിയിക്കുകയാണ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സ് ഇൻ കേരള എന്നുള്ള കാര്യം. ആ ഒരു ബോളിങ്ങിൽ വന്നിട്ട് ഓരോ തവണ ബോളിംഗ് നമുക്ക് ക്യാപ്റ്റൻ ഞാൻ ബോളിംഗ് കൊടുക്കുമ്പോഴത്തേക്കും എന്നാൽ നമുക്കൊരു സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അത് വീണ്ടും ഷറഫ് തെളിയിക്കുകയാണ്. കാലിക്കറ്റിൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? അവർ വണ്ടർഫുൾ ടീം തന്നെയാണ്. കാരണം എവറി ടൈം നമ്മൾ കളിക്കുമ്പോഴും അവർ നമുക്ക് നല്ലൊരു ഫൈറ്റ് നമുക്ക് എപ്പോഴും തരുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും തെളിയിച്ചു. കാരണം നമ്മൾ ശരിക്കും അവരുടെ ഒരു ഗെയിം തന്നെയായിരുന്നു ഇത്. പക്ഷേ നമ്മളിങ്ങോട്ട് ബോറായത് ചെയ്ത് എടുത്തു, അങ്ങനെ തന്നെ പറയാൻ പറ്റും. അപ്പം അവർ നല്ല ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യ മത്സരം വിജയിച്ചതിൻ്റെ ആവേശത്തിലാണ് ഏരീസ് കൊല്ലം സീരീസ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം എം നിഖിൽകുമാർ, ജനം. KCLിലെ രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ അനായാസ വിജയവുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 8 വിക്കറ്റിനായിരുന്നു കൊച്ചിയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് 20 ഓവറിൽ 97 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചി 12ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. നായകൻ സാലി സാംസന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് അനായാസ ജയം ഒരുക്കിയത്. മുഹമ്മദ് ആഷിഖാണ് കളിയിലെ താരം. KCLിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. കാലിക്കറ്റിനെ അവസാന ഓവറിൽ തകർത്തതിന്റെ ആത്മവിശ്വാസവുമായാണ് കൊല്ലം എത്തുന്നത്. മറുവശത്ത് കൊച്ചിയോടേറ്റ തോൽവിയിൽ നിന്ന് കരകയറാനാണ് ട്രിവാൻഡ്രം എത്തുന്നത്. വൈകിട്ട് 6:45 മത്സരം. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ സഹോദരനും അസുഖം പോസിറ്റീവായതോടുകൂടി 4 പേർ ചികിത്സയിലാണ്. പുതുതായി രോഗം സ്ഥിരീകരിച്ച് 7 വയസ്സുകാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും 3 മാസം പ്രായമായ കുട്ടിയും 11 വയസ്സുകാരിയും വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷാണ് ചേരുന്നത്. ദിസ്ന, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ആശങ്ക മാറിയിട്ടില്ല. ഒപ്പം തന്നെ ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞും 11 വയസ്സുകാരിയും വെന്റിലേറ്ററിൽ തുടരുകയുമാണ്. എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ?
തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ പറയാം. ജില്ലയിൽ ഇതുവരെ 4 കേസുകളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച അനയുടെ സഹോദരൻ 7 വയസ്സുകാരനും ഫലം പോസിറ്റീവ് ആയതോടുകൂടെ 4 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുട്ടി, അന്നശ്ശേരിയിലെ 49 വയസ്സുകാരനായ വ്യക്തി, അതോടൊപ്പം തന്നെ മലപ്പുറം ചിനക്കലങ്ങാടി സ്വദേശിയായ 11 വയസ്സുകാരി, അതോടൊപ്പം അത്തരത്തിൽ 4 പേരാണ് ജില്ലയിൽ കഴിയുന്നത്. അതിൽ 3 മാസം പ്രായമായ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. 11 വയസ്സുകാരിയും വെന്റിലേറ്ററിൽ തന്നെയാണ് നിലവിലുള്ളത്. 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലല്ല. അത്തരത്തിൽ ഒരു ആശ്വാസകരമായ വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. എന്തായാലും ഇതിന്റെ ഉറവിടം എവിടെയെന്നത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് ജലസാമ്പിളുകളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഉൾപ്പെടെ വരേണ്ടതുണ്ട്. ഈ മലപ്പുറം ചിനക്കലങ്ങാടി സ്വദേശി ഈ ടർഫിൽ, അതായത് ഇവിടെ അടുത്തുള്ള ടർഫിനോട് ചേർന്നുള്ള പൂളിൽ കുളിച്ചിരുന്നു എന്നൊരു വിവരവും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. ആ പൂളിൽ കുളിച്ച അതായത് ഇത്തരത്തിൽ സമ്പർക്കത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആരോഗ്യ വകുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഉള്ളത്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ ഉൾപ്പെടെ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ പാടില്ല, ഉടനെ ആശുപത്രിയിൽ എത്തണം എന്നൊരു അറിയിപ്പും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാഗി. ശരി ദിസ്ന, കോഴിക്കോട് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കയായി മാറുകയാണ് എന്നുള്ളതാണ് ദിസ്ന കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നടക്കും. പുലർച്ചെയോടെ വണ്ടിപ്പെരിയാറിലെ വാളാടിയിലുള്ള വീട്ടിലെത്തിച്ച മൃതദേഹം രാവിലെ 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെ പഴയ പമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPI ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു. പീരുമേട്ടിലെ തോട്ടം മേഖലയ്ക്ക് കരുത്തുറ്റ വിപ്ലവ നേതാവായിരുന്നു അന്തരിച്ച വാഴൂർ സോമൻ MLA. തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച വാഴൂർ സോമനെ ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ ലളിത ജീവിതമാണ്. വാഴൂർ സോമൻ ഓർമ്മയാകുമ്പോൾ പീരുമേടിന് നഷ്ടമാകുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവിനെ കൂടിയാണ്. ആയിരത്തി 1952 കോട്ടയം ജില്ലയിലെ വാഴൂരിൽ കുഞ്ഞിപ്പപ്പൻ പാർവതി ദമ്പതികളുടെ മകനായാണ് വാഴൂർ സോമന്റെ ജനനം. തുടർന്ന് ഹൈറേഞ്ചിലേക്ക് കുടിയേറി. പഠനകാലത്ത് AISF-ലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച വാഴൂർ സോമൻ CPI മെമ്പർഷിപ്പ് സ്വീകരിച്ച ശേഷം തന്റെ പൊതുപ്രവർത്തനം ട്രേഡ് യൂണിയൻ മേഖലയിൽ കേന്ദ്രീകരിച്ചു. തുടർന്ന് തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള അക്ഷീണ പ്രവർത്തനം, തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം, മോശം താമസ സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്താൻ അദ്ദേഹം തന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ ഇഷ്ടവാഹനമായ മഹീന്ദ്ര ജീപ്പിൽ ഇടുക്കിയിലെ ദുർഘടമായ മലയോര മേഖലകളിൽ സ്വയം യാത്ര ചെയ്ത് തൊഴിലാളികളെ കാണാനെത്തിയിരുന്ന വാഴൂർ സോമൻ തന്റെ ലളിതമായ ജീവിതശൈലി കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടി. പീരുമേട് നിയോജക മണ്ഡലത്തിൽ ജനകീയ നേതാവിന് സീറ്റ് നൽകാൻ CPIക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറിയക് തോമസിനെ 1835 വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക്. സഭയിൽ ഇടുക്കിയിലെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കാനാണ് വാഴൂർ സോമൻ ശ്രമിച്ചത്. മന്ത്രിമാരെ നേരിട്ട് കണ്ട പരാതികൾ അറിയിക്കുന്ന MLA ആയി. അവസാനമായി അദ്ദേഹം ഇടുക്കിയിൽ നടത്തിയ ജനകീയ പ്രതിഷേധവും സ്വന്തം സർക്കാരിനെതിരെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ വനം വകുപ്പിന്റെ എൻക്രോച്ച്മെന്റുകളെല്ലാം അവസാനിപ്പിക്കണം. വനം വേണ്ട എന്നുള്ള അഭിപ്രായമില്ല, പക്ഷേ അത് അതിക്രമിച്ച് കയറുകയാണ്. അവര് വല്ലാത്ത ശല്യമാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മരണത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം പങ്കെടുത്ത റവന്യൂ അസംബ്ലിയിലും പങ്കുവച്ചത് പീരുമേട്ടിലെ തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികളും ആശങ്കകളുമായിരുന്നു. ഈ അൺസർട്ടനിറ്റി അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ പീരുമേട് താലൂക്ക് ആകെ തകർന്നു. വന്ന് കാണണം, കളക്ടറൊന്ന് ഒന്ന് പരിശോധിക്കണം. ഞാൻ കഴിഞ്ഞ നമ്മുടെ കളക്ടറോട് പറഞ്ഞു, മാഡം വരാമെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം വന്ന് ബോനാമി തോട്ടങ്ങൾ കണ്ടു. എന്നോട് പറഞ്ഞു ரொம்ப പതറ്റിക്കാതെ എന്ന് എന്നോട് മറുപടി പറഞ്ഞത്. വലിയ ഗൗരവമായ വിഷയമായത്.
വാഴൂർ സോമന്റെ തൊഴിലാളികളോടുള്ള അർപ്പണബോധവും കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. പീരുമേടിന്റെ മണ്ണിൽ തന്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അവശേഷിപ്പിച്ച പൈതൃകം തോട്ടം തൊഴിലാളികൾക്ക് പ്രചോദനമായി തുടരട്ടെ. ജനം, ഇടുക്കി. ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിറങ്ങി പ്രതിഷേധം അറിയിച്ചിരുന്ന നേതാവാണ് അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ. അവസാനമായി അദ്ദേഹം നയിച്ചതും ഒരു ജനകീയ പ്രതിഷേധമാണ്. പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പ് ഇടപെടൽ നടത്തുന്നില്ല എന്നാരോപിച്ച് സർക്കാരിനും വനം വകുപ്പിനുമെതിരെ അദ്ദേഹം സമരം നടത്തി. ഒരേ മുന്നണിയിലെ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അന്ന് അദ്ദേഹം ഉന്നയിച്ചത്. അടുത്ത് കിട്ടുന്നവരെ വിളിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷേ ഇത് അവരുടെ നിസ്സഹായ അവസ്ഥ. മന്ത്രിയോട് പറഞ്ഞിരിക്കുന്ന ഇവിടെ 2 RRT ടീമുണ്ടെന്നാണ് പറയിപ്പിച്ചത്. ഒന്ന് പീരുമേട്ടിലും ഒന്ന് വണ്ടമ്പതാലിലും ഉണ്ട് എന്ന് പറയും. ഈ വണ്ടമ്പതാൽ എവിടെയാണെന്നുള്ളത് നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ മന്ത്രിക്കും അറിയത്തില്ല. അതും കോട്ടയം ജില്ലയിലാണ്, ഇടുക്കി ജില്ലയിലല്ല. ഈ ജില്ലയിലെ ഈ പ്രശ്നം അതിരൂക്ഷമായ പ്രശ്നമാണ്. ഇതിന് പരിഹാരം കണ്ടേ തീരൂ. ഗതി കെട്ടുകഴിഞ്ഞു. ശക്തിയായി പ്രതികരിക്കാതെ നിവൃത്തിയില്ല എന്ന് വന്നതുകൊണ്ടാണ് പരസ്യമായി ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുവാൻ എനിക്ക് മടിയില്ല. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗുരുതര പ്രതിസന്ധി. കഴിഞ്ഞ 3 ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ല. ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണം. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥിതിയെന്നും രോഗികളും കൂട്ടിരിപ്പുകാരും പരാതിപ്പെടുന്നു. തിരുവനന്തപുരം തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി വെള്ളമില്ല എന്നാണ് പരാതി. അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലെ അമ്മമാരും കൂട്ടിരിപ്പുകാരുമെല്ലാം പരാതിപ്പെടുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ല. പ്രാഥമിക കൃത്യങ്ങൾ പോലും നടത്തുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് എന്നാണ് ഇപ്പോൾ ഈ അമ്മമാർ പരാതിപ്പെടുന്നത്. എന്താ സംഭവം? മെനിങ്ങാന്ന് രാത്രി 10 മണിക്ക് ശേഷമാണ് ഇവിടെ വെള്ളമില്ലാത്തത്. അത് നമ്മളിവിടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ ടാങ്കറിൽ വെള്ളം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-3 ടാങ്കർ വെള്ളം വിട്ട ഈ ഹോസ്പിറ്റലിൽ എന്താവാനാണ്? കുഞ്ഞുങ്ങളുടെ വാർഡിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നത്. നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? അവർ പറയുന്നു ബക്കറ്റ് വാങ്ങിച്ച് പിടിച്ചു വെക്കായി, അല്ലെങ്കിൽ കന്നാസിൽ പിടിച്ചു വെക്കാം. എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയാൽ പോരെ. ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ കന്നാസിലും ബക്കറ്റിലും ഒക്കെ താഴെന്ന് വെള്ളം പിടിച്ച് മേളിൽ കൊണ്ടുവന്ന് വെക്കാൻ വല്ല പാടുമുണ്ടോ? അത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. ഇന്നും അവർ പറഞ്ഞു 7 മണിയാകുമ്പോൾ വെള്ളം വരുമെന്ന്. ഇത്ര സമയമായിട്ടും കുഞ്ഞുങ്ങളുടെ വാർഡിൽ വെള്ളം വന്നിട്ടില്ല. നമ്മൾ എന്തോരം ബുദ്ധിമുട്ടെന്നറിയോ? എവിടെയൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നു. ഒരു ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. അത് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണില്ല. അവർ പറയണം അവിടെ വെള്ളമുണ്ട് ഇവിടെ വെള്ളമുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോകാമെന്ന്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പ്രൈവറ്റിൽ പോയാൽ പോരെ. അപ്പോൾ അവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുമല്ലോ. ഇതാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്. പറയണം. മിനിമം കൊടുത്ത് പിള്ളേക്ക് മിനിമം കൊടുത്ത് പിള്ളേ ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. അപ്പടി പിള്ളേർ നല്ല അവസ്ഥപ്പെടുന്നു കിടന്ന്. ഇന്നലെ വൈകുന്നേരം മുതൽ ഞങ്ങൾ വെള്ളമില്ല. പ്രസവ വാർഡിൽ വെച്ചിട്ട് വെള്ളമില്ല. കുപ്പി വെള്ളങ്ങൾ വാങ്ങിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 5-6 ഇനി കുപ്പിവെള്ളം വാങ്ങാനും കയ്യിൽ നിവർത്തികളില്ല. ആരും പോലും കഴിക്കാൻ പറ്റില്ല. ചായ മാത്രം വാങ്ങിക്കാനാണ് വന്ന് നിൽക്കുന്നത്. ആഹാരം കഴിച്ചാൽ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളമില്ല. 3 ദിവസം കൊണ്ട് വെള്ളമില്ല. അതാണ് ഇനിമ കൊടുത്തിട്ട് പിന്നീട് അത് വാഷ്റൂമിൽ പോയി കഴുകാൻ അടക്കം വെള്ളമില്ല എന്നൊരു പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത്. അധികൃതരോട് പരാതി പറഞ്ഞെങ്കിൽ പോലും അതിൽ ഉപയോഗപ്പെടുത്തതുക്ക് വെള്ളമില്ല. ഇവിടെ ரொம்ப അവസ്ഥപ്പെടുന്നുണ്ട് ഇന്ന് 3 ദിവസം കൊണ്ട്. അതാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ ഒരു സമാനമായ ഒരു സ്ഥിതിയാണ് തുടരുന്നത്. ചേച്ചി എന്താ പറയണം? അല്ല, നമ്മൾ റിസപ്ഷനിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വെള്ളം വരും, ടാങ്കിൽ അടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. രാത്രിയും വന്നായിരുന്നു. നമ്മളെല്ലാവരും സംസാരിച്ചിട്ട് അവർക്കൊരു നടപടി എടുക്കണമെന്നില്ല. അവർ പറയണമെന്ന് വെച്ചാൽ 60,000 ലിറ്റർ വെള്ളം അടിച്ചിട്ടുണ്ട്, ഉടനെ കിട്ടും. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായി 3 ദിവസമായി. ഒരു ടാങ്ക് വെള്ളം അടിച്ചാൽ ഇത്ര ജനങ്ങൾ കിടക്കണടുത്ത് എവിടെ തികയും? ഒരു ടാങ്ക് 2 ടാങ്ക് വെള്ളം അടിച്ചാൽ അവർക്ക് തികയില്ലല്ലോ. ഇവിടെ ജനങ്ങൾ കുഞ്ഞുങ്ങൾ കിടക്കണടുത്ത്. അതാണ് ടാങ്കുകളിൽ വെള്ളം അടിച്ചു എന്ന് പറയുന്നു. എന്നാൽ അത് പരിമിതമല്ല. നിരവധി രോഗികളാണ്, അമ്മയും കുഞ്ഞും ആണ് ഇവിടെ ഈ ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്നാൽ അധികൃതർ അത് വളരെ നിസ്സാരവൽക്കരിച്ചു എന്നതാണ് ഏറ്റവും നമുക്കിപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഈ ആളുകളെല്ലാം ദുരിതം അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഈ തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളമില്ല, നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളമില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്
പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അതിനൊരു മുൻകരുതൽ എന്ന നിലയിൽ ഒരു നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. അതാണ് ഇത്രയും ദുരിതമുണ്ടാകുന്നത്. പ്രസവ വാർഡ് അടക്കം ഉള്ളത് അമ്മയും കുഞ്ഞുങ്ങളും പ്രസവ ശുശ്രൂഷ അടക്കം നടക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു ദുരിതമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ കൂട്ടിരിപ്പുകാരും അതോടൊപ്പം തന്നെ പ്രസവ ശുശ്രൂഷയ്ക്ക് എത്തുന്നവരും കുട്ടികളും അടക്കം ബുദ്ധിമുട്ടുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴും നിലവിൽ വെള്ളമില്ല എന്നാണ് പറയുന്നത്. കുപ്പിവെള്ളം വാങ്ങിച്ചിട്ട് പുറത്തുനിന്നും കുപ്പിവെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട പ്രാഥമിക കൃത്യങ്ങളടക്കം നടത്തേണ്ട ഒരു ഗതികേടിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നാണ് ഈ അമ്മമാർ പരാതിപ്പെടുന്നത്. 20 രൂപ 40 രൂപ വെള്ളം വാങ്ങി ഇവിടെ ഞങ്ങൾക്ക് പറ്റും. അത് ഞങ്ങൾ വെള്ളം വാങ്ങി ഉപയോഗപ്പെടുത്തുമോ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുമോ? അതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അതിദരിദ്രം സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ടവരാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അവർക്ക് പുറത്തുനിന്ന് പ്രാഥമിക കൃത്യങ്ങൾ നിർത്തുവാൻ പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഭാരതത്തിന്റെ കായിക കരുത്ത് അവതരിപ്പിക്കുന്ന റൂറൽ പ്രീമിയർ ലീഗ് 2025 തുടക്കമാകുന്നു. 17ാമത് ഇഷ ഗ്രാമോത്സവം ഓഗസ്റ്റ് 30-31 തീയതികളിലായി നടക്കും. മഹത്തായ ഗ്രാമീണ കായിക സാംസ്കാരിക മേളയാണ് ഗ്രാൻഡ് ഇവന്റിന്റെ മുഖ്യ ആകർഷണം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമോത്സവങ്ങളിൽ ഒന്നായി മാറിയ ഇഷ ഗ്രാമോത്സവം 2025 മാർച്ച് 30-31 തീയതികളിൽ അതിവിശാലമായ കായികമേളയായി അരങ്ങേറുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഈ 2 ദിവസത്തെ ഉത്സവം സാംസ്കാരിക വൈവിധ്യത്തിന്റെയും കലാപ്രതിഭകളുടെയും മഹാസംഗമമായിരിക്കും. ഒരു മഹത്തായ ഗ്രാമീണ കായിക സാംസ്കാരിക മേളയാണ് ഈ ഗ്രാൻഡ് ഇവന്റിന്റെ മുഖ്യ ആകർഷണം. സ്കൂൾ, കോളേജ്, പൊതുജന വിഭാഗം എന്നീ 3 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ അരങ്ങേറും. സംഗീതം, നൃത്തം, നാടകം, ചിത്രകല, സാഹിത്യം, കായികം തുടങ്ങി 100 കണക്കിന് ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന കലാമത്സരങ്ങൾ ഗ്രാമോത്സവത്തിന് നിറമേകും. വിജയികൾക്കായി 5 ലക്ഷം രൂപയുടെ സമ്മാനത്തുകയുമായി സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം സത്യധർമ്മ സംഘയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കേരളീയ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാനും ഗ്രാമങ്ങളുടെ കലാസ്വരങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താനും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ മഹോത്സവം നാട്ടിൻപുറങ്ങളിലെ കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും മികച്ച വേദിയായി മാറുമെന്ന് തീർച്ച. ജനം, തിരുവനന്തപുരം. തലസ്ഥാനത്തിന്റെ പൈതൃക തിളക്കമായി അയ്യങ്കാളി മെമ്മോറിയൽ ഹാൾ. തിരുവനന്തപുരത്തെ പല കെട്ടിടങ്ങളെയും പോലെ കൊളോണിയൽ കാലഘട്ടത്തിലെ ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ട് ഈ കെട്ടിടത്തിൽ. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ നിയമസഭാ ഹാളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇന്നും ഗതകാല പ്രൗഢിയോടെ നഗരമധ്യത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഐക്കോണിക് ലാൻഡ്മാർക്കായ അയ്യങ്കാളി ഹാൾ പഴയ VJT ഹാൾ. കൊളോണിയൽ കാലഘട്ടത്തിന്റെ സകല പ്രൗഢിയോടും കൂടി തല ഉയർത്തി നിൽക്കുന്ന ഈ കെട്ടിടം 2019 ശേഷമാണ് അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തത്. 1896 വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ 50ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് സാമ്രാജ്യം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് സമ്മാനമായി നിർമ്മിച്ചതാണ് ഇത്. 1887 വിക്ടോറിയ രാജ്ഞിയുടെ 50ാം സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചാണ് വിക്ടോറിയ ജൂബിലി ഹാൾ തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യ മഹാരാജ്യത്ത് പല ഭാഗങ്ങളിൽ ഇതുപോലെ ആ വർഷം വിക്ടോറിയയുടെ നാമത്തിൽ പല സ്ഥാപനങ്ങളും പടുത്തുയർത്തപ്പെടുകയുണ്ടായി. കൽക്കട്ടയിലെ വിക്ടോറിയ ഹാളും ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടും ഒക്കെ ക്യൂൻ വിക്ടോറിയയുടെ സ്മരണ ഉയർത്തുന്നു. 1837 വിക്ടോറിയ രാജ്ഞി ബ്രിട്ടീഷ് എംപ്രസ്സായി മാറിയത്. 1901 വരെ അവർ ഇന്ത്യയുടെയും കൂടി എംപ്രസ് ആയിരുന്നു. അങ്ങനെ 1887 മുതൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികം കാലം വിക്ടോറിയ ഹാളിൻ്റെ പേര് അങ്ങനെ തന്നെ നിലനിന്നു. പിൽക്കാലത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ അതിന് ഇടണമെന്നുള്ള അഭിപ്രായം വന്നതുകൊണ്ടാണ് VJT ഹാൾ എന്ന വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്ന് പേരിടാൻ കാരണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പഴയകാലത്ത് കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ നിയമസഭ പ്രത്യേകിച്ചും ശ്രീമൂലം അസംബ്ലി, ശ്രീമൂലം പ്രജാസഭ എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീമൂലം അസംബ്ലി VJT ഹാളിലാണ് കൂടിയിരുന്നത്. അന്ന് അവിടെ വന്നിരുന്ന 2 പേരിൽ ഒരാൾ അയ്യങ്കാളിയായിരുന്നു, മറ്റേയാൾ സർ CP രാമസ്വാമി അയ്യർ. ഈ കെട്ടിടത്തിലായിരുന്നു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പ്രവർത്തിച്ചിരുന്നത്. ഈ നിയമനിർമ്മാണ സഭയിലെ അംഗമായിരുന്നു അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ പല പ്രസംഗങ്ങൾക്കും വേദിയായതും ഇവിടമായിരുന്നു. തിരുവനന്തപുരം പാളയത്ത് ഈ കെട്ടിടം
പാശ്ചാത്യ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. തിരുവനന്തപുരത്തെ പല പാശ്ചാത്യ കെട്ടിട നിർമ്മിതികളെയും പോലെ തന്നെ കൊളോണിയൽ കാലഘട്ടത്തിലെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നുണ്ട് അയ്യങ്കാളി മെമ്മോറിയൽ ഹാളും. VGT ഹാൾ നമ്മളിന്ന് വെറുമൊരു ഹാളായിട്ട് കാണാൻ സാധ്യമല്ല. അതിനെയാണ് ഇത്രയും കാലം അവിടെ പ്രജാസഭയിൽ പ്രഭാഷണങ്ങൾ നടത്തിയ അയ്യങ്കാളിയുടെ പേരിലുള്ള ഹാളായിട്ട് ചിത്രീകരിച്ചു പോരുന്നത്. പക്ഷേ ഇത്രയും പഴക്കമുണ്ടെങ്കിൽ അതിനനുസൃതമായ യാതൊരു മേജർ റിപ്പയറും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത് മഹാകഷ്ടം തന്നെ. ബാബു പോൾ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അതിനെ ആദ്യത്തെ റിപ്പയർ നടത്തുന്നതിനുള്ള ശ്രമം അടുത്ത കാലത്തുണ്ടായത്. പക്ഷേ അന്ന് പ്രത്യേകമായ എന്തോ ഒരു വെള്ളപ്പൊക്കം അതുപോലെ എന്തോ വന്നതുകൊണ്ട് ഫണ്ട് അലോട്ട് ചെയ്തതിൽ നിന്നും കുറച്ചതുകൊണ്ട് പൂർണ്ണമായ തോതിൽ അതിനൊരു സമൂലമായ പരിഷ്കരണം സാധ്യമായില്ല. പിൽക്കാലത്തും നന്നാക്കാൻ പോകുന്നു, റിനോവേറ്റ് ചെയ്യാൻ പോണു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. ഇങ്ങനെ പോകുകയാണെങ്കിൽ അത് എരണിയൽ കൊട്ടാരം താഴെ വീണതുപോലെ തകർന്ന് തരിപ്പണമാകും. വെള്ളയും ചുവപ്പും കലർന്ന നിറത്തിലുള്ള ഈ കെട്ടിടം കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനപ്പെട്ട എക്സിബിഷനുകൾ അടക്കം നടക്കുന്ന വേദി കൂടിയാണ് അയ്യങ്കാളി ഹാൾ. ജനം, തിരുവനന്തപുരം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ വിഷയങ്ങളും മറ്റും പുടിനുമായി ചർച്ച ചെയ്തുവെന്ന് എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചുമത്തിയ അധിക താരിഫ് പിൻവലിക്കില്ലെന്ന് അമേരിക്ക സൂചന നൽകിയിരുന്നു. 2025 അവസാനത്തോടുകൂടി നടക്കുന്ന റഷ്യ ഇന്ത്യ ഉന്നതതല ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ചയായി എന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റുമായി നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പല വിധത്തിലുള്ള, അതായത് നേരത്തെ അറേഞ്ച് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായി ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അതെല്ലാം നടന്നു എങ്കിൽ കൂടി ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് 27 മുതൽ, അതായത് ഈ മാസം 27 മുതൽ അധിക താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഭാരതത്തിന് ഏർപ്പെടുത്തിയ അധിക താരിഫ് സംബന്ധിച്ച നീക്കങ്ങൾ നടപ്പിലാവുന്ന ഒരു ദിവസം കൂടിയാണ്. സ്വാഭാവികമായും ചില ഇന്റർവെല്ലുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഈ നീക്കങ്ങൾ ആരംഭിക്കുന്ന ഒരു ദിവസമാണത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് മുമ്പ് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. അതിനു മുൻപ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് ഏറ്റവും ഗൗരവമായൊരു വിഷയമായിരിക്കും. പക്ഷേ ആ കാര്യം എന്താണ് ചർച്ച നടന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുക്രൈൻ യുദ്ധത്തിൽ ഭാരതത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം യുക്രൈന്റെ പ്രസിഡന്റും വോളോഡിമിർ സെലൻസ്കിയും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പല രീതിയിൽ അതിനുവേണ്ടി ഭാരതത്തിന്റെ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ കസാനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി ഒരു കൂടിക്കാഴ്ച ഒരു ഉച്ചകോടി വരാനിരിക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഉച്ചകോടി വരാനിരിക്കുന്നത്. ആ ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച പല ചർച്ചകളും ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായുള്ള നീക്കങ്ങളും നടക്കുന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചുവെന്ന് കൃത്യമായി എസ് ജയശങ്കർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും യുക്രൈൻ വിഷയത്തിൽ ഭാരതം നേരിടുന്ന വിഷയങ്ങളുണ്ട്. അതായത് എണ്ണയുടെ ഇറക്കുമതി സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ എണ്ണയുടെ ഇറക്കുമതി സംബന്ധിച്ച് താരിഫ് ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ താരിഫ് ചുമത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നൊരു ആവശ്യവും ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഏറ്റവും നിർണായകമായിരുന്നു. വിവിധ വിഷയങ്ങളുണ്ട്. ആ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള തുടർ വിവരങ്ങൾ തുടർച്ചയായി അടുത്ത മന്ത്രാലയത്തിന്റെ വിശദീകരണ യോഗത്തിലും അതുപോലെ തന്നെ മറ്റു വിശദീകരണങ്ങളെല്ലാം തന്നെ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർണായകമാണ് കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ തർക്കമില്ല. വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും സംയുക്തമായി വിവേകായനം 2025 എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വിവേകാനന്ദ സന്ദേശങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രശ്നോത്തരി, ഉപന്യാസ രചന, ഗൂഗിൾ മീറ്റിലൂടെയുള്ള അഭിമുഖം എന്നിവയാണ് മത്സരക്രമങ്ങൾ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദ, ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായാണ് ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നത്. എന്നും നിത്യപ്രചോദന കേന്ദ്രമായ വിവേകാനന്ദ സ്വാമികളുടെ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും സംയുക്തമായി വിവേകായനം 2025 എന്ന പേരിൽ ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്തയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. വിവേകായനം 2025 എന്ന പേരിൽ ഒരു ഓൺലൈൻ
മത്സരം കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയാണ്. ഈ വിവേകാനന്ദ ദർശനങ്ങളെ കേരളത്തിലെ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് പകുത്തു കൊടുക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് വിവേകായനം 2025 എന്ന ഓൺലൈൻ മത്സരത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലോകം മുഴുവൻ പകർന്നെടുക്കുന്ന ആശയമാണ് വിവേകാനന്ദ സ്വാമികളുടെ. ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഓൺലൈൻ മത്സരത്തിന് എല്ലാ മേഖലകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവേകാനന്ദ യൂത്ത് ഗ്രൂപ്പും പ്രബുദ്ധ കേരളം മാസികയും ചേർന്ന് നടത്തുന്ന സംസ്ഥാനതല ഓൺലൈൻ മത്സരമായ വിവേകായനം 2025 എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മത്സരം പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ജനം, തൃശൂർ. ഓണത്തിന് മുന്നോടിയായി വസ്ത്രവിപണിയിൽ ഒട്ടേറെ പുത്തൻ സവിശേഷതകളുമായി ഷീമാട്ടി. കൊച്ചിയിലും കോട്ടയത്തും ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന പേരിൽ പുതിയ ഫാഷൻ സാരി ബ്രാൻഡും, കോട്ടയം ഷീമാട്ടിയിൽ വെഡിംഗ് മാറ്റേഴ്സ് ദ സെലസ്റ്റ് എന്ന ബ്രാൻഡും അവതരിപ്പിച്ച ബീന കണ്ണൻ. ഓപ്പറേഷൻ സിന്ധൂറിനെ ആദരിച്ച് സിന്ധൂർ കളക്ഷൻ എന്ന പ്രത്യേക ഓണം കളക്ഷൻസും പുറത്തിറക്കി. ആധുനികതയും പാരമ്പര്യവും കൈകോർത്ത് തയ്യാറാക്കിയ ഷീമാട്ടിയുടെ ഏറ്റവും പുതിയ സാരി ബ്രാൻഡാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി. ഓഗസ്റ്റ് 20 കൊച്ചിയിലെയും ഓഗസ്റ്റ് 21 കോട്ടയത്തെയും ഷീമാട്ടി ഷോറൂമുകളിൽ ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോറുകൾ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ 38,000 സ്ക്വയർ ഫീറ്റിലും കോട്ടയത്ത് 20,000 സ്ക്വയർ ഫീറ്റിലുമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ പുതിയ ഷോറൂമുകൾ. രാജ്യത്തെ 200-ലധികം സാരി ട്രഡീഷണലുകളിൽ നിന്നും ട്രഡീഷണൽ, ഫ്യൂഷൻ, മോഡേൺ ഡിസൈനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 1,00,000-ലധികം സാരികളാണ് ഈ ബ്രാൻഡിന് കീഴിലായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഷീമാട്ടിയുടെ സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു. ഇന്ന് കോട്ടയം ഷീമാട്ടിയിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്നലെ ഇതിന്റെ ഉദ്ഘാടനം എറണാകുളത്ത് കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് ഷോറൂം അറ്റ് ഷീമാട്ടി കോട്ടയം. 1,00,000-ൽ പരം സാരികൾ under 100 different names or 200 traditional different names. പാട്ടൂർ കോട്ടൺ, നാരായണപ്പെട്ട്, ഗദ്വാള്, നോയൽ സിൽക്ക്, നോയൽ കോട്ടൺ, ഖാദി ഹാൻഡ്ലൂം, മൽ കോട്ടൺ ഇത്യാദി ധാരാളം, ലൈക്ക് സിൽക്ക് കോട്ടൺ വിത്ത് വിദർഭ ബോർഡർ, ധാരാളം ഐറ്റം, ഗജി സിൽക്ക്, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഇന്ത്യയിലുള്ള പലതരം വീവിങ്, പലതരം എംബ്രോയിഡറി ആൻഡ് പലതരം പ്രിന്റിങ്. ഇതിനൊപ്പം രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ ആദരിക്കുന്ന സിന്ദൂർ കളക്ഷൻസും പുറത്തിറക്കി. 28 സംസ്ഥാനങ്ങൾ കൂട്ടിമുട്ടിക്കുന്നത് സാരി. ഇത് നമ്മുടെ റിലീജിയനെ കാണിക്കുന്നു, നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നു, നമ്മുടെ ടുഗദർനെസ്സിനെ കാണിക്കുന്നു, നമ്മളിലെ പേട്രിയോട്ടിസത്തിനെ ഇത് തൊട്ട് ഉണർത്തുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ സിന്ദൂരാണ് ഇപ്രാവശ്യത്തെ ഓണം കളക്ഷൻ. വിത്ത് ഒരു വലിയ റൗണ്ട് ഡിസൈൻ വിൽ ബി ദെയർ ഇൻ ദ പല്ലവ് ഓർ ബ്ലൗസ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ് വിൽ ബി geometrical lines, black and white. So ask for our special Onam collection from 3,000 rupees. We have our special Onam collection for the season, which is Sindoor. വിവാഹത്തിനാവശ്യമായ എല്ലാവിധ കളക്ഷൻസും ഒരുമിച്ച് ലഭ്യമാക്കിക്കൊണ്ട് വെഡിംഗ് മാറ്റേഴ്സ് എന്ന ബ്രാൻഡും കോട്ടയം ഷീമാട്ടിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വിവാഹത്തിനാവശ്യമായ ജ്വല്ലറി, ഫുട്വെയർ, മേക്കപ്പ് തുടങ്ങിയവയും ഒരു കുടക്കീഴിൽ വെഡിംഗ് മാറ്റേഴ്സ് എന്ന ഈ ബ്രാൻഡിൽ ലഭ്യമാണ്. ജനം, കോട്ടയം. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം നിക്ഷേപകരിൽ നിന്ന് 90 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി. നിക്ഷേപങ്ങൾ തിരികെ നൽകാതെ സ്ഥാപന ഉടമകൾ മുങ്ങിയതായി NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് ജീവനക്കാർ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. നിക്ഷേപകരും ജീവനക്കാരും ചേർന്ന് സ്ഥാപനത്തിന്റെ കൊച്ചിയിലെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. 2019 ആരംഭിച്ച NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഇന്ത്യയിലുടനീളം 200-ലധികം ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളുടെ ചുമതലയുള്ള സ്ഥലവാസികളായ മാനേജർമാർ മുഖേനയായിരുന്നു നാട്ടുകാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. 25,000 മുതൽ 80 ലക്ഷം വരെയായിരുന്നു പലരുടെയും നിക്ഷേപങ്ങൾ. കാലാവധി പൂർത്തിയായിട്ടും നിക്ഷേപങ്ങൾ തിരികെ നൽകാതായതോടെ ബ്രാഞ്ച് മാനേജർമാർ സ്ഥാപനത്തിന്റെ MD-യായ ജെയിംസ് മത്തായിയെയും ചെയർമാൻ ജൊഹാൻ ജെയിംസിനെയും സമീപിച്ചു. എന്നാൽ ഉടൻ തന്നെ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നൽകിയില്ല. നിക്ഷേപകരുടെ മെച്യൂരിറ്റി ആയ ഫണ്ടുകൾ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ മാനേജ്മെൻറ്റിനെ കണ്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു മാർച്ച് 31 മുമ്പായിട്ട്, ഫിനാൻസ് ഇയർ തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. പക്ഷേ മാർച്ച് 31 പരിഹരിക്കാതെ ഏപ്രിൽ വീണ്ടും മാനേജർമാരൊക്കെ യോഗം കൂടി. അതിൽ MD മിസ്റ്റർ ജൊഹാൻ ജെയിംസും
ചെയർമാൻ മിസ്റ്റർ മത്തായി ജെയിംസ്, അവർ രണ്ടുപേരും വരികയും അവർ നമുക്ക് വാക്കാൽ പറഞ്ഞു നമുക്ക് പകുതി ഡ്യൂസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനുള്ള പകുതി ഏപ്രിൽ 30-നും ബാക്കി നമുക്ക് മെയ് 30-നും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് പറഞ്ഞാൽ പോരാ, അത് എഴുതി നൽകണം എന്നതിൻ്റെ പേരിൽ അവരത് എഴുതി നൽകുകയും അതിൽ ഡയറക്ടറും ചെയർമാനും ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷേ അവരത് പ്രാക്ടിക്കലാക്കിയില്ല. കാരണം ഏപ്രിൽ 30-നോ മെയ് 31-നോ ഒരു 10 പൈസ പോലും കസ്റ്റമേഴ്സിന് കൊടുത്തില്ല. NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇടയ്ക്ക് നെഡ് സ്റ്റാർ ഗോൾഡ് ലോൺ എന്ന പേര് മാറ്റിയതായും ജീവനക്കാർ പറയുന്നു. പണം ചോദിച്ച് ബ്രാഞ്ച് മാനേജർമാർ സ്ഥിരമായി സ്ഥാപനത്തിന്റെ ചുമതലയുള്ളവരെ വിളിക്കാൻ തുടങ്ങിയതോടെ ഇവരുടെ ഫോണുകളും സ്വിച്ച് ഓഫായി. നിക്ഷേപകർ ഒട്ടുമിക്ക ബ്രാഞ്ചുകളിലും നിക്ഷേപകർ കേസ് കൊടുക്കുന്നത് ബ്രാഞ്ച് മാനേജേഴ്സിനെതിരായിട്ടാണ്. കാരണം അവർ പൈസ കൊണ്ടുവന്ന് അല്ല ചെക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് മാനേജറുടെ കയ്യിലാണല്ലോ. നമ്മളത് അന്ന് തന്നെ ഇവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ജോഗാൻ ജെയിംസി ജോർജിൻ്റെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട്, NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്നുള്ള അക്കൗണ്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചെക്കാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫണ്ടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. DGPക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ സ്ഥാപന ഉടമകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. തുടർന്നാണ് ബ്രാഞ്ച് മാനേജർമാരും നിക്ഷേപകരും സ്ഥാപനത്തിന്റെ കൊച്ചി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ജനം, കൊച്ചി. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പിതാവിന്റെ പേരിൽ ലഭിച്ചിരുന്ന പെൻഷൻ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായി കോഴിക്കോട് നടക്കാവ് സ്വദേശികളായ സഹോദരിമാർ. സ്വാതന്ത്ര്യ സമര സേനാനിയായ ചാത്തുണ്ണിയുടെ പേരിലുള്ള പെൻഷനാണ് 3 വർഷമായി മുടങ്ങിയത്. ഇതോടെ അസുഖബാധിതരായ ഇരുവർക്കും മരുന്ന് വാങ്ങാൻ പോലും മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ്. 3 വർഷമായി പങ്കജത്തിനും പത്മജത്തിനും സ്വാതന്ത്ര്യ സമര പെൻഷൻ മുടങ്ങിയിട്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ചാത്തുണ്ണിയുടെ മരണശേഷമാണ് അവിവാഹിതരായ പത്മജത്തിനും പങ്കജത്തിനും സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടിത്തുടങ്ങിയത്. അതുമാത്രമായിരുന്നു ഇവരുടെ ഏക ആശ്രയം. എന്നാൽ 2022 മുതൽ ഇവർക്ക് പെൻഷൻ മുടങ്ങി. കാരണം അന്വേഷിച്ചപ്പോഴാണ് മസ്റ്ററിംഗ് മുടങ്ങിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പെൻഷൻ മുടങ്ങിയത്. എല്ലാ വർഷവും കൃത്യമായി മസ്റ്ററിംഗ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ കാരണം പറഞ്ഞ് പെൻഷൻ മുടങ്ങുന്നു എന്ന ചോദ്യത്തിന് ഇവർക്കിപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാ കൊല്ലം നവംബറിലാണ് ഞങ്ങൾ മസ്റ്ററിങ്ങിന് പോവുക. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. 4 മാസം കൂടുമ്പോൾ ഒരിക്കൽ പോകും. മാസം ഞങ്ങൾക്ക് പോകാനും ഞങ്ങളെ കൊണ്ടുപോകാനും ആൾ ഉണ്ടായിരുന്നില്ല. കിട്ടുമെന്നുള്ള ഇത് വന്നിട്ടുണ്ടായിനി കടലാസ്. ഡൽഹിയിൽ നിന്ന് വന്നതാണ് ആ കടലാസ്, പോയി വാങ്ങാന്നുള്ളത്. പക്ഷെ പോയപ്പോൾ പൈസ ഇല്ല എന്ന് അവർ പറയുന്നു, ബാങ്ക് പറയുന്നു. ആശ്രയിക്കാണ്ട് ആരോടും കൈ നീട്ടാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടെ? അതുവാണെങ്കിൽ ഭക്ഷണത്തിൻ്റെയും കാര്യത്തിനെയും കാട്ടും വലുതാണ് ഞങ്ങൾക്ക് മരുന്ന്. ഓണത്തിന് മുന്നെങ്കിലും ഞങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായി. ഇരുവരും വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. മുടങ്ങിയ പെൻഷന്റെ മുഴുവൻ തുകയും നൽകാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ടും ഇവർക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാകാം പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വരുന്ന ഓണത്തിന് മുൻപെങ്കിലും പെൻഷൻ ലഭിച്ചാൽ അതിവരുടെ മുന്നോട്ടുള്ള പോക്കിന് വലിയ ആശ്വാസമാകും. ജനം, കോഴിക്കോട്. V-Frame സിനിമ സൊസൈറ്റിക്ക് തിരുവനന്തപുരം വേളാവൂരിൽ തിരിതെളിഞ്ഞു. V4 വേളാവൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സിനിമാ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും പ്രശസ്ത സംവിധായകൻ രാജസേനൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് ചെമ്മീൻ സിനിമയുടെ പ്രദർശനവും നടന്നു. ചടങ്ങിൽ ഡോക്ടർ കിഷോർ, സുധീർ രാജ്, വിജയകുമാരി, AK മോഹനൻ എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ മദ്യലഹരിയിൽ സ്കൂട്ടറിന് പിന്നിൽ നായയെ ചങ്ങല കൊണ്ട് കെട്ടിവലിച്ച് യാത്ര ചെയ്ത യുവാവിനെ നാട്ടുകാർ തടഞ്ഞു. വിവരം അറിഞ്ഞ് പോലീസ് എത്തുന്നതിന് മുൻപേ യുവാവ് ഓടി രക്ഷപ്പെട്ടു. യുവാവിനായി ഒല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തൈക്കാട്ടുശ്ശേരി സെന്ററിലാണ് സംഭവം. ചെറുശ്ശേരി ഭാഗത്തു നിന്നും ഒരു യുവാവ് നായയെ കെട്ടിവലിച്ചുകൊണ്ട് സ്കൂട്ടറിൽ വരുന്നത് കണ്ട നാട്ടുകാർ തടയുകയായിരുന്നു. റോഡിലുരങ്ങ് നായയുടെ കാലുകൾ മുറിവേറ്റ് ചോരയൊഴുകുന്ന നിലയിലായിരുന്നു. ഏറെ ദൂരം റോഡിലൂടെ ഓടേണ്ടി വന്നതിനാൽ നായ അവശ നിലയിലായിരുന്നു. യുവാവ് പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിച്ചതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഒല്ലൂർ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ പിടികൂടാനായിട്ടില്ല. ജനം, തൃശൂർ.
ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിൽ മദ്യപിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകും എന്നും പറഞ്ഞാണ് ഒരു അപ്ഡേഷൻ വരുന്നത്. KAP അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷാണ് മദ്യപിച്ച് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വാർത്തയിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലം ചിതറയിൽ 3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. കുട്ടിയുടെ കയ്യിൽ കടിയേറ്റു. തലവരമ്പ് സ്വദേശി സൗമ്യയുടെ മകൾ ഹഫ്സയ്ക്കാണ് കടിയേറ്റത്. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് പന്നിയങ്കരയിൽ വയോധികയുടെ മാല കവരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വയോധികയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് പ്രതി ഓടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. സംഭവത്തിൽ 2 പേരെ പോലീസ് ഇന്നലെ പിടികൂടിയിരുന്നു. നടുവട്ടം സ്വദേശി നിവാസ് അലി, ബാസിത്ത് എന്നിവരാണ് പിടിയിലായത്. പന്നിയങ്കര സ്വദേശി ശീലാവതിയുടെ സ്വർണമാലയാണ് കവർന്നത്. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ED ബാങ്കിന് കൈമാറി. 1 കോടി രൂപയുടെ സ്വത്തുവകകളായിരുന്നു ED കണ്ടുകെട്ടിയത്. CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ N ഭാസുരാംഗനും ഭാര്യയുമടക്കം 5 പേരാണ് കേസിലെ പ്രതികൾ. ED ഡെപ്യൂട്ടി ഡയറക്ടർ S സിമി കണ്ടല ബാങ്ക് സെക്രട്ടറി ബൈജു രാജന് രേഖകൾ കൈമാറി. സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ കണ്ടല ബാങ്ക് തയ്യാറായിട്ടും കരുവന്നൂർ ബാങ്കിന് അനുകൂല സമീപനം ഇല്ല. ക്രമക്കേടിലൂടെ 3.22 കോടി രൂപ ഭാസുരാംഗനും കുടുംബവും തട്ടിയെടുത്തെന്ന കേസിലാണ് ED അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. CPI നേതാവും കണ്ടല സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ N ഭാസുരാംഗൻ, മകൻ അഖിൽജിത്ത്, ഭാസുരാംഗന്റെ ഭാര്യ ജയകുമാരി, മക്കളായ അശ്വതി, അഭിമ, അശ്വതിയുടെ ഭർത്താവ് BR ബാലമുരുകൻ എന്നിവരായിരുന്നു പ്രതികൾ. 2023 നവംബർ 21-നായിരുന്നു പ്രതികൾ അറസ്റ്റിലായിരുന്നത്. തുടർന്ന് പ്രതികളുടെ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ഈ സ്വത്തുക്കളാണ് ED കണ്ടല ബാങ്കിന് കൈമാറിയത്. ബാങ്ക് ഈ സ്വത്തുക്കൾ ലേലത്തിൽ വെച്ച് നഷ്ടമായ പണം തിരിച്ചുപിടിക്കും. മതിയായ ഈടില്ലാതെ ലോണുകൾ അനുവദിക്കുന്നതിൽ ഭാസുരാംഗൻ ഇടപെട്ടിരുന്നു. 2006-ൽ കോൺഗ്രസ് വിട്ട് CPI-യിലെത്തിയ ഭാസുരാംഗൻ പല രാഷ്ട്രീയ ഉന്നതർക്ക് വേണ്ടിയും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും ED കണ്ടെത്തിയിരുന്നു. ചിട്ടി വായ്പയാക്കി മാറ്റിയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പല പേരുകളിൽ തുടങ്ങുന്ന ചിട്ടിപ്പണം മാറ്റിയെടുത്തിട്ടുള്ളത് ബിനാമി അക്കൗണ്ടുകളിലൂടെയാണ്. ഭാസുരാംഗൻ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും 2,36,00,000 രൂപ വായ്പയെടുത്ത് പലിശ സഹിതം തിരിച്ചടക്കാനുണ്ട്. EDക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷാണ് കോടതിയിൽ ഹാജരാകുന്നത്. ഇത്തരത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ EDയിൽ നിന്ന് കണ്ടല ബാങ്ക് ഏറ്റെടുക്കുമ്പോഴും ഇതേ രീതിയിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ പണനഷ്ടമായ നിക്ഷേപകർക്ക് നൽകാൻ CPI നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്ക് ഒരുക്കമല്ല. ജനം, കൊച്ചി. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സുരക്ഷയൊരുക്കാൻ നിയോഗിച്ച സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയ സംഭവത്തിൽ നടപടി ഉണ്ടാകും. KP അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇയാളെ ചുമതലയിൽ നിന്ന് മാറ്റി എയർപോർട്ട് ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേർന്നത്. ജിജീഷ്, വളരെ ഗുരുതരമായ സംഭവമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട ഒരു ഉദ്യോഗസ്ഥൻ എത്തുന്നു. എന്താണ് വിവരങ്ങൾ? രാഖി, വലിയ തോതിലുള്ള ഒരു കൃത്യവിലോപം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെയും VIP ഡ്യൂട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുകയും മദ്യപിച്ചു വരികയും ചെയ്ത സംഭവങ്ങൾ അത് ഒരു ഒറ്റപ്പെട്ടതല്ല. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ VIP സുരക്ഷാ ഡ്യൂട്ടിക്കിടയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. KAP അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷാണ് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത്. സംശയം തോന്നി പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ മദ്യപിച്ചാണ് ഇത്തരത്തിൽ ഡ്യൂട്ടിക്ക് വേണ്ടി കടന്നു വന്നതെന്ന് മനസ്സിലായി. ശ്രദ്ധയിൽപ്പെട്ടതോടെ ചുമതലയിൽ നിന്ന് ആദ്യം മാറ്റി നിർത്തി എയർപോർട്ട് ഡ്യൂട്ടിക്കായിരുന്നു ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിരുന്നത്. അമിത്ഷായുടെ സന്ദർശനവുമായി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയിലാണ് കൊച്ചി നഗരവും. ഒപ്പം തന്നെ BJP നേതൃയോഗം നടക്കുന്ന പലാരിവട്ടം റിനേ സെന്ററിന്റെ പരിസരം, ഒപ്പം തന്നെ കോൺക്ലേവ് നടക്കുന്ന ഗ്രാൻഡ് ഹയത്ത് ഭാഗങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ നിരവധി കൊച്ചിയിലാണുള്ളത്. അദ്ദേഹത്തിന് സുരക്ഷയ്ക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ലക്കുകെട്ടെത്തി. അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടാകും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്ത ഇവിടെ സമാപിക്കുകയാണ്. പുത്തൻപുള്ളരി ഇവിടെ സമാപിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇടവേള അനിവാര്യമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി KP സുരേഷ് എത്തും. നന്ദി, നമസ്തേ.
ചെയ്തു.